ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ ലോ അവയർനെസ്സിന്റെ ദിവസമായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ആക്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രൈമിലേക്ക് നമ്മൾ എത്തുകയാണ്. സൈബർ സെക്യൂരിറ്റി ക്രൈം അല്ലെങ്കിൽ സൈബർ ക്രൈംസ്. ഇന്റർനെറ്റിന്റെയൊക്കെ മൊബൈലിന്റെ ഒക്കെ ഉപയോഗം കൂടുന്നതനുസരിച്ച് സൈബർ ക്രൈമുകളും കൂടി വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലതരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ഓപ്ഷൻസ് നമുക്കുണ്ടെങ്കിൽ പോലും ഫലപ്രദമായി സെക്യൂരിറ്റി വിദഗ്ധന്മാർ അല്ലെങ്കിൽ സൈബർ ക്രൈം വിദഗ്ധന്മാർ നമ്മളെ പറ്റിക്കും. ഡിജിറ്റൽ അറസ്റ്റും അങ്ങനെ പല രീതിയിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര അവയർനെസ് ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഇന്ന് നമ്മൾ സൈബർ ക്രൈംസിനെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനെസ് ആണ്. ഏതൊക്കെയാണ് ആ നിയമങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് മുക്തി നേടേണ്ടതെന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ഇളങ്കോ സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധയോടെ ഇളങ്കോ സാറിനെ കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഒരു അവസരം കൂടെ തന്നതിന് വളരെ നന്ദി. നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്കിന് അഫ്കോഴ്സ് സൈബർ ക്രൈം അല്ലെ സാർ, സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ ഒരു ചെറിയ ടോപ്പിക്ക് തന്നിരുന്നു. അതിന് ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ ഒരുപാട് വിശാലമായ ഒന്നാണ്. ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ട് തീരത്തില്ല. അപ്പം ഞാൻ നോർമലി ഈ ഫസ്റ്റ് പേജ് എടുക്കുമ്പോൾ കണ്ടൻസ് എന്നാണ് ഒരു ബുക്കിൽ കാണുന്നത്. ആദ്യം ഫോർവേഡ്, പിന്നെ കണ്ടൻസ്. അപ്പോൾ കണ്ടൻസ് കഴിഞ്ഞാൽ അതിനെ ലാസ്റ്റ് പേജ് എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് പേജിൽ എന്താണ് അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചതെന്നോ എന്ന് പറഞ്ഞ ഒരു 4 ലൈനും ഓത്തറിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് ബാക്ക് പേജിൽ കൊടുക്കുന്നത്. ഇതേപോലെ ഞാൻ ഒരു ചെറിയ ഒരു കൺസൈസ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇന്ന് ആക്ച്വലി ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഇതെല്ലാം പറയുന്നതിനും കൂടെ എന്നുമുള്ള എൻ്റെ ശൈലിയിൽ ഒരു ഇൻ്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് സാർ പറഞ്ഞ ഒരു സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം, സൈബർ 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 എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പം നമുക്ക് സൈബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന രീതിയിൽ തുടങ്ങാം. വാട്ട് ഈസ് സൈബർ? ഇപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമ്മൾ ഈ ഈ പർട്ടിക്കുലർ ആക്ട്, പർട്ടിക്കുലർ തിയറി, പർട്ടിക്കുലർ ഫ്രൈസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് സൈബർ? ഓൺലൈൻ ആയിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാം. ഓൺലൈൻ ആയിട്ടുള്ള കോണ്ടാക്ട്. വേണു സാർ പറഞ്ഞത് 100% ശരിയാണ്. ഇനി കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് വന്നാലോ? സാർ പറഞ്ഞ കറക്റ്റാണ്. ബട്ട് ABCD 4 ആൻസർ തരുമ്പോൾ ക്ലോസസ്റ്റ്, ക്ലോസർ, ക്ലോസ് ആൻഡ് നിയർ എന്ന് പറഞ്ഞ 4 ആൻസർ ഉള്ളതിൽ സാർ ക്ലോസർ വരെ എത്തി. ക്ലോസസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞാലോ? പറഞ്ഞു നോക്കൂ. ആൾക്കാർ പറഞ്ഞാലല്ലേ ഒരു സുഖം. വ്യക്തികൾ തമ്മിലുള്ള വൈകാരിക പ്രശ്നങ്ങളെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ പരിചയമുള്ള വ്യക്തിയാണെങ്കിൽ, നമുക്ക് നേരിട്ട് അറിയുന്ന വ്യക്തിയാണ്, നമ്മൾ ഒരിക്കലും ഇത് കൂട്ടു നിൽക്കില്ല. അദ്ദേഹത്തെ ചതിക്കാൻ നമ്മൾ മെനക്കെടില്ല. ഓൺലൈൻ നമ്മൾ അറിയാത്ത വ്യക്തികളാകുമ്പോൾ നമുക്ക് എന്ത് തീരുമാനം എടുക്കാം. അതെ, അയാൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ശരിയാണ്. അത് അതിൻ്റെ ഇമ്പാക്റ്റ് ആണ്. ഞാൻ സൈബർ എന്ന് പറഞ്ഞ വാക്കിനാണ് ഉദ്ദേശിച്ചത്. സൈബർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എ പ്രിഫിക്സ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ആർ നെറ്റ്വർക്ക് ആർ വെർച്വൽ. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതിനും സൈബർ എന്ന് പറയത്തില്ലേ സർ? അതെ അതെ അതെ, ഇന്റർനെറ്റുമായിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബേസിക് സമ്മോർ ഡൗൺലോഡ് വന്നാൽ കമ്പ്യൂട്ടർ സംബന്ധിച്ച്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി മൊബൈൽ ഫോൺ, ഇറ്റ് മേ ബി ടാബ്ലറ്റ്, ഇറ്റ് മേ ബി എനിത്തിങ് അലോങ് വിത്ത് ഇന്റർനെറ്റ് ഉള്ള. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിന് എല്ലാം ലിങ്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഫർദർ നമുക്ക് ഈ ISP മീൻസ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എയർടെൽ, വോഡഫോൺ, എയർസെൽ, BSNL ഇവരെല്ലാവരും അഗൈൻ ഇതിനകത്ത് ഒരു ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഒരു ലിങ്കോ മൊബൈൽ കണക്ടിവിറ്റിയോ സംതിങ് ദേ ഹാവ് ഇറ്റ്. നമ്മൾ ഇന്റർനെറ്റ് എന്ന് ഉദ്ദേശിച്ചത്
കുറച്ചുകൂടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഒരു കേബിൾ അല്ലെങ്കിൽ വയർലെസ് ഒരു നെറ്റ്വർക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുക്കുന്നതിനാണ് ഇൻ്റർനെറ്റ് എന്ന് നോർമലി പറയുന്നത്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത മൊബൈൽ ഫോൺ കണക്ടിവിറ്റി കൂടെയും സംഭവിക്കാം. അപ്പം എനിത്തിങ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ എന്നാണ് അത് സിംപിളറായിട്ട് പറയുന്നത്. കമ്പ്യൂട്ടർ ആർ നെറ്റ്വർക്ക്സ്, അതിനകത്ത് സെക്കൻഡ് ലൈനിലാണ് ഈ മൊബൈൽ ഫോൺ എല്ലാം വരുന്നത്. ആർ നെറ്റ്വർക്ക് ആർ വിർച്വൽ റിയാലിറ്റി. ഇതിനാണ് നമ്മൾ സൈബർ എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് കൊടുക്കുന്നത്. സൈബർ ഈസ് നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി സൈബർ എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ വായിച്ചതോളം മനസ്സിലാക്കിയത്. അതിനാൽ സൈബർനെറ്റിക്സ്, സൈബർ സ്പേസ്, സൈബർ ക്രൈം, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഒരു പ്രിഫിക്സിന് ഉള്ള ഒരു സാധനമാണ് സൈബർ. അപ്പം ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രൊട്ടക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റലി കൂടെ എന്തൊക്കെ അഫൻസസ് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഈ ഡിജിറ്റലി കൂടെ എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്കഷൻ പറഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയ അല്ല, ഒരു വല്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കേബിളോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിൽ കൂടെ വീട്ടിൽ ഒരു ഇത് കൊണ്ടുവന്ന് ബ്രോഡ്ബാൻഡിന് ബോക്സ് വെച്ച് ആ ബോക്സിലിരുന്ന് വയർലെസ് വേണമെങ്കിൽ എടുക്കാം, അല്ല ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന ഒരു തിയറി എല്ലാം മാറി ഇന്ന് ടെതറിംഗ് എന്ന് ഒരു സാധനം കൂടെ അഡീഷണൽ ആയിട്ട് കയറി വന്ന്, അതെന്ന് പറഞ്ഞാൽ ഏത് മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും ആ നെറ്റ്വർക്കിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറോ നമ്മുടെ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വി ഹാവ് ഗോൺ ലോങ് എഗോ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ബാങ്ക് ആക്ച്വൽ ഫിസിക്കൽ ബിൽഡിംഗ് കാണുമോ എന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇറ്റ് മേ ബിക്കം വിർച്വൽ റിയാലിറ്റി. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന എത്ര പേരോടത്ത് ചോദിക്കാം ലാസ്റ്റ് ബാങ്കിൽ എപ്പോഴാണ് വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ മൈസെൽഫ്, ഞാൻ പ്രോബബ്ലി ഒരു 2 വർഷമോ 2.5 വർഷമോ കഴിഞ്ഞു അതിന് കയറിയിട്ടില്ല. എവറിത്തിങ് ഐ ഓപ്പറേറ്റ് ത്രൂ മൈ ലാപ്ടോപ്പ്. ഐ ട്രാൻസ്ഫർ മണി, ഐ ഗെറ്റ് ദ മണി. അതിനെക്കാട്ടിലും അടുത്ത ലെവലിലോട്ട് ആൾക്കാരെല്ലാം പോയി. മീൻസ് മലക്കറി വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ എറണാകുളം ടു ട്രിവാൻഡ്രം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ബസ് ഒരു വലിയ ബസ്സാണ്, 35 സീറ്റർ ബസ്സാണ്. ആ ബസ്സിൽ ഞാൻ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, സമിലെ അടുത്ത് സമയം 4:30 കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ ഒരു സ്ഥലം നിർത്തുന്നു, സാർ നിർത്തി തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് സിമിലറായിട്ട് കുറച്ച് കടകളുണ്ടായിരുന്നു. ആ കടയുടെ പേരെന്താ, 4 മണി പൂവല്ല സാർ, എന്താണ് സാർ കടയുടെ പേര്? ഈ ചങ്ങനാശ്ശേരി 4 മണിക്കാറ്റ് 4 മണി കാറ്റ് 4 മണിക്കാറ്റ്, റൈറ്റ് 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റിൽ കൊണ്ട് നിർത്തിയപ്പം അവിടെ കുറച്ച് പെക്യുലിയാരിറ്റീസ് ഞാൻ കണ്ടു. എന്ത് പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ, പൈസ ക്യാഷ് ആയിട്ട് വാങ്ങിക്കില്ലേ ചായക്ക്, യു ഹാവ് ടു പേ ഓൺലി ബൈ ജിപേ. അപ്പം ജിപേ എന്ന് പറയുന്നത് അഗെയിൻ ഒരു നെറ്റ്വർക്ക്ഡ് മണി ട്രാൻസ്ഫർ ആണ്. നെറ്റ്വർക്ക്ഡ് മണി ട്രാൻസ്ഫർ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് ജിപേ. എനിക്ക് എൻ്റെ കൊളീഗ് എല്ലാം ചായ കുടിച്ചപ്പം 485 രൂപ ആയി. അപ്പം 500 റുപ്പീസ് ഞാൻ കൊടുത്തു, ക്യാഷ് വാങ്ങിക്കില്ല സാർ എന്ന്. പിന്നെ അവിടെ ടോട്ടലി 12 ഷോപ്സാണ് ഉള്ളതെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തെന്ന്. 12 ഷോപ്സാണ് ഉള്ളത്. അവിടെ ഈ 4 മണിക്കാറ്റിൽ പണ്ട് വേസ്റ്റ് കളയുന്നതിന് വേസ്റ്റ് കളയാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എടുത്തത് ഒരു റൈറ്റസ് ആക്ടിവിറ്റിയാണ്, അല്ല ഒരു പബ്ലിക് അവയർനെസ് ആക്ടിവിറ്റിയാണ്. പിന്നെ ആദ്യത്തെ കടയ്ക്കും രണ്ടാമത്തെ കടയിലും സെയിം ഐറ്റം കിട്ടത്തില്ല, എക്സെപ്റ്റ് ചായയും കോഫിയും ഒഴിച്ച് ബാക്കി കടികളെല്ലാം 12 കടയിലും ഈ 2 ഐറ്റമാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് 24 ഡിഫറെൻറ്റ് കടികളുണ്ട്. ഇത് എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഐ ഗാട്ട് റിയലി ത്രിൽഡ്. പക്ഷേ ഞാൻ എന്താണ് ഇവിടെ പറയാനെന്ന് പറഞ്ഞാൽ, ഈ 12 കടയിലും ക്യാഷ് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ഓൺലി മണി ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് അഗെയിൻ വി ആർ മൂവിങ് ഇൻ ടു സൈബർ ഏരിയ. സൈബറിൽ കൂടെ മാത്രമേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഏരിയയിലുള്ള ടോപ്പിക്കാണ് ടുഡേ വി ആർ ട്രൈങ് ടു ഡിസ്കസ്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് സൈബർ
ക്രൈം ആർ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആർ നെറ്റ്വർക്ക് റിലേറ്റഡ് ഐറ്റം ആണ്. എനിത്തിങ് റിലേറ്റഡ് ടു സൈബർ സ്പേസ് ആർ സൈബർ വാർഫെയർ ആർ ഇന്റർനെറ്റ്. അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ പ്രിഫിക്സ് ചെയ്യുന്നത് സൈബർ എന്ന ഒരു വാക്കാണ്. ഈ പ്രത്യേകിച്ച് മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി കൂടെ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഈ വാക്ക് വന്നത് കംസ് ഫ്രം എ ഗ്രീക്ക് വേർഡ് കൈബർമെറ്റ്സ്, KYBERNETES എന്ന ഒരു വാക്കിലിരുന്നാണ് തന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിയേഴ്സ് മാൻ റിലേറ്റിംഗ് ടു കൺട്രോൾ ആൻഡ് സ്റ്റിയറിംഗ് ആസ് ഹൈലൈറ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് സിസിനിനാറ്റി. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലിരുന്നാണ് തുടങ്ങിയത് ഈ സൈബർ എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ദെൻ സൈബർ ക്രൈംസ് എന്താന്ന് നോക്കുവാണെങ്കിൽ സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, ഒരു കോൺഫ്ലിക്റ്റ് തിയറിയാണ്. ഈ കോൺഫ്ലിക്റ്റ് തിയറിയിൽ സൈബർ ക്രൈം എൻകംപസസ് എ വൈഡ് റേഞ്ച് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് ഡിജിറ്റൽ ഡിവൈസസ്. ഇതാണ് ഈ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അത് സൈബർ ക്രൈമിൽ വരത്തില്ല. നമ്മൾ ഇപ്പൊ സാബു സാറ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തോണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ക്യാഷ് തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സൈബർ ക്രൈം. പക്ഷെ സാബു സാറിന്റെ സെൽഫോണിൽ കൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സാറിൻ്റെ ഫോൺ തൊടാതെ സാറിനെ പോലെ മിമിക് ചെയ്ത് സാറിൻ്റെ ഫണ്ട് വേറൊരു സ്ഥലത്തോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിലോ അല്ല സാറിനെ കൊണ്ട് പേടിപ്പിച്ച് വേറൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണെങ്കിലോ ദാറ്റ് ബിക്കംസ് സൈബർ ക്രൈം, സിമ്പിളറായിട്ട് പറഞ്ഞാൽ. അപ്പോൾ സൈബർ ക്രൈം കുറേ കാര്യങ്ങൾ. സൈബർ മീൻസ് സിമ്പിൾ, നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കോ ഏതോ നെറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഗെറ്റ്സ് ആഡഡ് ആസ് സൈബർ. അപ്പം സൈബർ ക്രൈമിൽ ഈ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേർഡ് ആസ് എ സോഷ്യലി ഡേഞ്ചറസ് ആക്ട് കമ്മിറ്റഡ് യൂസിങ് കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് അഗൈൻസ്റ്റ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ സൈബർ സ്പേസ്. ഇപ്പൊ സൈബർ സ്പേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ കൂടെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇത് ഒരു ടോട്ടലി വേൾഡ് വൈഡ് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ 2000 10th യുണൈറ്റഡ് നേഷൻ കോൺഗ്രസ്സിൽ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൈം ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഒഫൻസസ് ക്ലാസിഫൈഡ് എ സൈബർ ക്രൈംസ് ഇൻ ടു 5 കാറ്റഗറീസ്. 5 കാറ്റഗറിയാണ് ഈ ക്രൈമിനെ ഉണ്ടാക്കിയത്. ഒന്ന്, അൺഓത്തറൈസ്ഡ് ആക്സസ്, ദെൻ ഡാമേജ് ടു കമ്പ്യൂട്ടർ ഡാറ്റ ആൻഡ് ആർ പ്രോഗ്രാംസ്. ഇത് നോർമലി US സെക്യൂരിറ്റിയിലും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരിടയ്ക്ക് ഡാറ്റകളൊക്കെ ഇവർ സ്റ്റീൽ ചെയ്ത് അതിന് മുകളിൽ ഓവർലാപ്പ് വേറൊന്ന് ചെയ്യിപ്പിക്കും. ഒരു കമ്പനിയുടെ ഡാറ്റ ഇപ്പം ഇളങ്കോയ്ക്ക് ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനീനെ അടിക്കുവാണെങ്കിൽ അതിന് പകരം വേറെ എവിടെയോ കയറി വേറെ എന്തൊക്കെയോ ചെയ്യും. അങ്ങനത്തെ ഒരു ഡാമേജിങ് സിസ്റ്റം ആർ ഷബട്ടേജ് ടു ഹിൻഡർ ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആർ നെറ്റ്വർക്ക്. ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ഇപ്പം ബാങ്കിങ്ങിൽ ചെല്ലുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് ക്യാഷ് മീൻസ് വിഡ്രോവൽ ആണോ അല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ആണോ എന്താണെന്ന് പറയുന്നതിന് പകരം ഇറ്റ് വിൽ റിയലി ഗോ സംവെയർ എൽസ് ആൻഡ് ഡു സം അതർ ആക്ടിവിറ്റീസ്. അങ്ങനത്തെ ഈ ഡീവിയേറ്റഡ് വർക്ക്സ് പല സമയങ്ങളിൽ ഇന്ത്യയിൽ സ്പെഷ്യലി എക്സ്ട്രീംലി ഫേമസ് ആണ്. റീസൺ ഈസ് വി പീപ്പിൾ ആർ മോസ്റ്റ് soft target. Indians are said to be most soft target of cyber crime. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തുമ്പോൾ ഇന്ത്യൻസ് ആർ മോർ ഈഗർ ആർ മോർ ഗ്രീഡി ടു ഗെറ്റ് മോർ മണി. അതാണ് ബേസിക് തിങ്. അവർക്ക് സ്റ്റാറ്റസിനെ കാട്ടിലും കഴിഞ്ഞ ആഴ്ച ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു. സുപ്രീം കോർട്ട് റിട്ടയർഡ് ജഡ്ജിന്റെ കയ്യിലിരുന്ന് 17 കോടി രൂപ 6 മാസം കൊണ്ട് അടിച്ചെടുത്തു ഈ സൈബർ ക്രൈമുകാർ. കേരളത്തിൽ മീൻസ് ട്രിവാൻഡ്രത്ത് ഒരു ലീഡിംഗ് റിട്ടയർഡ് ന്യൂറോളജിസ്റ്റ് ഓഫ് ശ്രീചിത്ര, അവര് 12-14 ലക്ഷം രൂപ അവരുടെ കയ്യിലിരുന്ന് തട്ടിപ്പോയി.
അപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് വെദർ യു ആർ എഡ്യൂക്കേറ്റഡ് ആർ ലിറ്ററേറ്റ് ആർ ഇല്ലിറ്ററേറ്റ്, irrespective of your literacy, everybody are getting cheated or becoming victim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മോർ ഈഗർ ആണ്, മോർ ഇൻക്ലൈൻ ടു ഗെറ്റ് ഫാസ്റ്റ് മണി. ആക്ച്വൽ മണിയാണോ ഇല്ലയോ എന്ന് ഒന്നും നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ സൈബർ ക്രൈം ഹെവിയറായിട്ട് നടക്കുന്നതായിട്ട് റിപ്പോർട്ട് വരുന്നത്. സൈബർ ക്രൈമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ അതാണ്, വേറെ ഒന്നുമില്ല. യു ഗെറ്റ് ഈ പ്രൈവറ്റ് ബാങ്കേഴ്സ് എന്തുകൊണ്ട് ചീറ്റ് ചെയ്യുന്നത്? SBI ആർ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നമ്മൾ കൊണ്ടിട്ടാൽ 4% അല്ല 6% കിട്ടും. പ്രൈവറ്റ് ബാങ്കറിൽ കൊണ്ടിട്ടാൽ 12%, 16% എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ ബാങ്കിലിരുന്ന് വിഡ്രോ ചെയ്ത് പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുവിടുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ പൈസ തരുന്നില്ല എന്ന് പറയുന്നു. എൻ്റെ വൃക്കയും കരളിനും മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്ന പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് അവർ പറയുന്നു. ഞാൻ മരണപ്പെടുന്നു എന്ന കേസിൽ നിന്നാണ് പത്രങ്ങളിലൊക്കെ ഒരുപാട് വായിക്കുന്നത്. അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൂട്ട് കോസ് ഇസ് ജസ്റ്റ് എവറിബഡി ആർ ബിഗിൻ ഓഫ് ഓൺലി മേക്കിംഗ് മണി ആർ ഡബിളിങ് ട്രിപ്പിളിങ് ദ മണി ഇൻ ദ ഫാസ്റ്റർ റൂട്ട്. ഈ ഫാസ്റ്റർ റൂട്ടിന്ന് വാക്കിന് മാത്രമാണ് ഈ സൈബർ ക്രൈം എംഫസൈസ് ചെയ്യുന്നത്. ഇൻ കേസ് ഇഫ് യു റിയലി ഫീൽ ദാറ്റ്, അഫ്കോഴ്സ് നെക്സ്റ്റ് ഏരിയ ഉണ്ട് ഇഗ്നറൻസ് ആർ നെഗ്ലിജിബിൾ ഏരിയ. നെഗ്ലിജിബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ വിളിച്ച് പറയുന്ന, എന്നെ 2-3 പ്രാവശ്യം ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിനിമം എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ അറസ്റ്റ്. ഞാൻ സുഖമായിട്ട്, എന്നാൽ ഫസ്റ്റ് ടൈം മാത്രമാണ് ഐ ഹാഡ് എ സ്മോൾ ഡൗട്ട് വെദർ ഐ ഡിജിറ്റലി അറസ്റ്റഡ് ആർ ഈസ് ഇറ്റ് ദ സെയിം ടീം എന്ന്. അപ്പോൾ അവരെ കട്ട് ചെയ്യിപ്പിച്ചിട്ട് ഐ വിൽ ഗീവ് എ കോൾ ആഫ്റ്റർ ഹാഫ് ആൻ അവർ, ഐ ആം ഇൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ദ ടീം വാസ് ചീറ്റ്. അപ്പോൾ സെക്കൻഡ് ടൈം ഓൺവേഴ്സ് വെനവർ ദേ ഗോ, അഫ്കോഴ്സ് ഇപ്പോൾ എല്ലാവരും പത്രത്തിലൊക്കെ വരാൻ തുടങ്ങി. ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നതിന് ഈ മനുഷ്യനെ ഒറ്റയ്ക്കാക്കും, പിന്നെ ആരോടത്തും സംസാരിക്കണമെന്ന് പറയും, ഫോണിൽ വേറെ ഫോൺ എടുക്കണമെന്ന് പറയും, അത് പറയും. പിന്നെ യു ആർ ഡിജിറ്റലി അറസ്റ്റ്, നിങ്ങളുടെ ഫണ്ടെല്ലാം അനാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, ആ ഫണ്ടെല്ലാം RBIയിലോട്ട് തിരിച്ചയക്കൂ, അയച്ചു കഴിഞ്ഞ് ഞങ്ങൾ വെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയക്കും എന്ന് പറയും. അവർ അക്കൗണ്ട് നമ്പർ തരും. അതിനു മുമ്പ് പോലീസുകാരന് ഓർത്തുകൊണ്ട് വരും, പോലീസുകാരൻ്റെ അടുത്ത് നമ്മുടെ ഡീറ്റെയിൽ വയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണിൽ ക്രൈം സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ സെൽഫോണിൽ ക്രൈം സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരുക്കി പിടിച്ചിട്ടുണ്ട്. അറിയാൽ ബോംബെയിൽ നിങ്ങൾക്ക് ഇതാണ് നമ്പർ, സെൽഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ തരും. ആ നമ്പറിലിരുന്ന് കുറേ ആർക്കൊക്കെയോ ഒരുപാട് ലിബൽസ് പോയിട്ടുണ്ട്. ലിബൽ LIBEL, ലിബൽ എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. വാക്ക് മീൻസ് റൈറ്റിങ്ങിൽ കൂടെ പോകുന്ന ക്രൈംസാണ്. അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ബോംബെയിൽ വന്ന് ഇമ്മീഡിയറ്റ്ലി, അല്ല ഞാനൊന്നും ചെയ്തിട്ട് ഞാൻ ബോംബെയിൽ വന്നിട്ടില്ല, ശരി കം ഡൗൺ ടു ബോംബെ സച്ച് ആൻഡ് സച്ച് സാന്താക്രൂസ് പോലീസ് സ്റ്റേഷൻ, ദെൻ യു പ്രൂവ് ഇറ്റ് എന്ന് പറയും. അവർക്ക് അറിയാം വൈകിട്ട് മുമ്പ് നമ്മൾ എത്തില്ലെന്ന്, ദെൻ വി വിൽ ഹെൽപ്പ് യു ഔട്ട്, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നൊക്കെ കുറേ. ഇതാണ് ആൾക്കാരെല്ലാം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്രൈം. ഇൻ കേസ് ഇഫ് യു ആർ അവെയർ, എന്ത് സംഭവിച്ചാലും നോ പോലീസ് ക്യാൻ അറസ്റ്റ് യു unless they come to your home and give explanation. ഇത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഒരു എന്ത് ക്രൈം ചെയ്താലും ക്രൈം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ എൻ്റെ നെക്സ്റ്റ് ഓഫ് കിന്നെ മീൻസ് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ എന്നെ അറസ്റ്റ് ചെയ്യാവൂ. ബിയോണ്ട് ദാറ്റ് ഐ ആം സപ്പോസ് ടു ഗെറ്റ് ഈവൻ ലീഗൽ അസിസ്റ്റൻസ് ഈവൻ ഇഫ് ഐ ഗെറ്റ് അറസ്റ്റഡ് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ വി വിൽ നോട്ട് ഗെറ്റ് ചീറ്റഡ് അവേ. ഞാൻ എന്നെ ലീഗലി അറസ്റ്റ് ചെയ്ത ആളിന് ഞാൻ ഒരു 6.5 മണിക്കൂർ മീൻസ് പ്രോബ്ലി 22 minutes to 25 minutes ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്, തിരിച്ചു കളിപ്പിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ സീനിയർ സിറ്റിസണാണ്. എൻ്റെ മിസ്സസ് എവിടെയോ പോയി, അവർ തിരിച്ചു വന്നാലേ ഉള്ളൂ, താക്കോൽ എടുക്കാൻ പറ്റില്ല, ചെക്ക് ബുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാനും കുറേയൊക്കെ കളിപ്പിച്ചു. അവനെ ലാസ്റ്റിൽ എൻ്റെ ചെവി രണ്ടും പുഴുത്തു പോയി, അത്രയ്ക്ക് ചീത്ത വിളിച്ചിട്ട് അവൻ കട്ട് ചെയ്തു. ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിസ് ടൈം വാസ് വേസ്റ്റഡ് ബിയോണ്ട് 20 to 25 minutes. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വലിയ കുഴപ്പമില്ല. ദെൻ ഓക്കെ, ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് മേ ബി വിത്തിൻ ദ കൺട്രി, വിത്തിൻ ദ സ്റ്റേറ്റ്, വിത്തിൻ ദ കൺട്രി ആർ ഔട്ട് ഓഫ് കൺട്രി ഈവൻ. ഫണ്ണി തിങ്, ഞാൻ വായിച്ചപ്പോൾ ഈ സൈബർ ക്രൈം പ്രിവെൻഷൻ ആക്ട് 2012 ആദ്യം വന്നിട്ടുള്ളത്. അത് ഫിലിപ്പൈൻസിലാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈജീരിയ ആണ്.
മൂന്നാമതാണ് ഇന്ത്യയിൽ വന്നത്. നൈജീരിയയിൽ പോലും ഇത് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ലോകം ഫുള്ളും കളിക്കുന്നവരെല്ലാം നൈജീരിയനാണ്. അതാണ് അതിൻ്റെ എനിക്ക് ഒന്നും മനസ്സിലാകാത്ത ഒരു കാര്യം. നൈജീരിയയിലെ പ്രശ്നം ഈ ആക്ട് സ്ട്രോങ്ങർ ആയതുകൊണ്ട് നൈജീരിയൻസ് എല്ലാം വേൾഡ് വൈഡ് ഓടാനും അതിനകത്ത് എക്സ്ട്രാ സോഫ്റ്റ് ടാർഗറ്റ്സ് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിൽ വന്ന് ഇവർ ടോട്ടലി സ്പ്രെഡ് ത്രൂ ഔട്ട് ഇന്ത്യ എന്ന് പറയണം. ഈവൻ ട്രിവാൻഡ്രത്തിൽ അറൗണ്ട് 4 years ബാക്ക് ഞങ്ങളുടെ ഏരിയയിൽ മീൻസ് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് പ്രോബ്ലി ഒരു 500 മീറ്റേഴ്സിന് അവേ ഉള്ള ഒരു SBI ATM-ൽ ഒരാൾ ചെന്ന് പൈസ എടുക്കാനിട്ട് പൈസ വന്നില്ല, വേറൊരാൾ ചെന്ന് പൈസ ഇട്ടു. ഇതെല്ലാം പോലീസ് ആഫ്റ്റർവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്തപ്പോഴാണ് നമ്മളെല്ലാം മനസ്സിലായത്. രണ്ടാമത്തെ ആൾക്ക് ആദ്യത്തെ ആളിട്ട പൈസ തിരിച്ചു വന്നു. ഇങ്ങനെ 5000 രൂപ 4000 രൂപ ചോദിച്ചപ്പം ഇയാൾക്ക് മറ്റാൾ ചോദിച്ച 6000 രൂപ എന്തോ വന്ന് അയാൾ ക്യാഷ് അന്തം വിട്ട് പോയി എടുത്ത് പോയി. ബട്ട് അന്ന് രാത്രി മനസ്സിലായത് ഈ നൈജീരിയൻ നിയറസ്റ്റ് ഒരു ഹോട്ടലിൽ താമസിച്ച് ഹി ഹാസ് സെറ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഹി ക്യാൻ മോണിറ്റർ എവറിത്തിങ്. അതിലിരുന്ന് വേറെ എന്തോ ഒരു ഡിവൈസ് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ OTP-യും പിന്നെ ഈ കാർഡിൻ്റെ മിറർ എഫക്റ്റും കിട്ടിയിരുന്നു. ഹി ഹാസ് കം ബാക്ക് ടു ഹോട്ടൽ, സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദാറ്റ്. ഫണ്ടെല്ലാം വേറൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയിരുന്നു. ബട്ട് ഹി വാസ് ഗെറ്റ് കോട്ട്. നമ്മുടെ കേരള പോലീസ് സ്ട്രോങ്ങർ ആണ്. പുള്ളി കേരളം വിടുന്നതിന് മുമ്പ് ഒരാളെ പിടിച്ച് വേറൊരാൾ ഇവിടെ നിന്ന് ഗോവയോ ബോംബെയോ എവിടെ പോയി അവിടെ ഇരുന്ന് പൊക്കിക്കൊണ്ടുവന്നു. രണ്ടുപേരെയും പിടിച്ചു, 2 കറിയും. ദീസ് ഓൾ ദ വേസ്. അപ്പോൾ സൈബർ ക്രൈം ഏത് മെത്തേഡിൽ വേണമെങ്കിലും സംഭവിക്കാം. മേ ബി നമ്മൾ ഈഗർനെസ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ജെന്യൂൻലി പോയി ഒരു ATM-ൽ ചെന്ന് പൈസ എടുക്കുമ്പോൾ പോലും യു ഷുഡ് ബി മോർ കോഷ്യസ് എന്നാണ് പറയുന്നത്. അതിനാണ് ഇപ്പോൾ ചില ATMs ഇഫ് യു സീ ദാറ്റ് ആ ATM മറ്റേ പിൻ എൻഡോസ് ചെയ്യുന്ന സ്ഥലം ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ കവേർഡ് ആയിട്ടാണ് പുതിയ ATM മെഷീൻസ് ഒക്കെ വരുന്നത്. പണ്ട് ഇവർ പറയുന്ന ATM-ൻ്റെ നമ്പർ മീൻസ് പിൻ നമ്പർ മനസ്സിലായിരുന്നാൽ ഇവർ നമ്മുടെ കാർഡിൻ്റെ ഡിജിറ്റൽ സ്ട്രിപ്പിൻ്റെ മിററിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിലും OTP അല്ലെങ്കിൽ പിൻ അടിക്കുവാണെങ്കിൽ മാത്രമേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ. പിൻ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അതുകൊണ്ട് എല്ലാ ബാങ്കേഴ്സും നമ്മൾ ഡബിൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ DSP എന്ന് ഒരു പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. DSP എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻ എൻഡോസ് ചെയ്തതിന് ശേഷം ഫോണിൽ ഒരു OTP-യും കൂടെ വരും. ആ OTP-യും കൂടെ തിരിച്ച് എൻഡോസ് ചെയ്താൽ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ആസ് ആർ പ്രിവെന്റ് സൈബർ ക്രൈം എന്ന രീതിയിലാണ് പോകുന്നത്. ഇത് കുറേ കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2020 ഗ്ലോബൽ റിസ്ക് ഇവർ റിപ്പോർട്ട് ചെയ്തത് ഓർഗനൈസ്ഡ് സൈബർ ക്രൈം ഗ്രൂപ്പുകൾ ഒരുപാട് വർക്കുകൾ ഓൺലൈനിൽ കൂടെ ചെയ്യുന്നതാണ്. അത് പിന്നെ വേൾഡ് എക്കണോമിക് ഫോറം 2023 ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഇന്ത്യ മെയിനായിട്ട് 10 കൺട്രീസ് അല്ലെങ്കിൽ 10 ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നായിട്ട് ഇന്ത്യ വരുന്നതെന്നാണ് പറയുന്നത്. ഈവൻ ക്രൈം റേഷ്യോ അല്ലെങ്കിൽ ക്രൈംസിനെ കുറിച്ച് എടുക്കുമ്പോൾ സൈബർ ക്രൈമാണ് 10-ൽ 1 വരുന്നത്. മീൻസ് ഫസ്റ്റ് 10 എഴുതുവാണെങ്കിൽ അതിനകത്ത് സൈബർ ക്രൈമാണ് വരുന്നത്. അഗൈൻ ഇന്ത്യയാണ് അഗൈൻ 10 എടുക്കുമ്പോൾ ഒരു കൺട്രി ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ ഹാപ്പി ന്യൂസ് ഫോർ us that we try to stand everywhere first. ഈവൻ ഗെറ്റിംഗ് ചീറ്റഡ് ഇതിലും നമ്മൾ ഫസ്റ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൽ ഒരു അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈബർ ക്രൈം. ഈ സൈബർ ക്രൈമിൻ്റെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്. അതിനാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് കിട്ടുന്നത് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ പ്രിൻസിപ്പൽ ഡിസ്റ്റിങ്വിഷിംഗ് feature of a crime in the sphere of high technologies. In this case, the computer and its network acts as objects of crime, instrument of the crime, and means which unlawful activities are preferred. ഇങ്ങനെയാണ് സൈബർ ക്രൈമിനെ എക്സാമ്പിൾ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു സാധനം വന്നതിന് ശേഷം
എനിക്കൊന്ന് സുന്ദർ പിച്ചൈ പോലും കബളിപ്പിക്കപ്പെടും. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ എല്ലാ ദിവസം കാണുന്നുണ്ട് സുധാമൂർത്തി, ദാൻ നിർമ്മല സീതാരാമൻ, ഇവരെല്ലാം പറയാണ് നീ 20,000 രൂപ ഇട്ടാൽ ഒരു മാസത്തിൽ നിനക്ക് 20 ലക്ഷം കിട്ടും, 30 ലക്ഷം കിട്ടും, പെട്ടെന്ന് ഈ നെറ്റിൽ കൂടെ കയറുന്നു. ഞാനും ആദ്യം ഈ ആര് മൂർത്തി ഇൻഫോസിസിന്റെ മൂർത്തി ഈ വാക്കൊക്കെ പറഞ്ഞപ്പം ഐ ടു തോട്ട് വെരി ജെന്യൂൻലി അറൌണ്ട് 9 months or 10 months ബാക്ക് ഞാൻ അതിനകത്ത് പുള്ളി പറഞ്ഞിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം ബട്ട് വാട്ട് ഡു നോർമലി ഐ ഡു ഈസ് ഐ ഡോണ്ട് കംപ്ലീറ്റ് എവറിത്തിങ് ടുഗദർ. ഇതാണ് ഞാൻ ഈ ക്രൈമിനെ ഇരുന്ന് അവോയ്ഡ് ചെയ്യുന്നത്. ഐ ഡു ഇറ്റ് 25% or 30% ആൻഡ് ലീവ് ഇറ്റ്. നെക്സ്റ്റ് ഡേ അനദർ അഗൈൻ ചിലപ്പം ഇത് മാഞ്ഞു പോകും, അല്ലെ മാഞ്ഞു പോകുന്ന പറഞ്ഞാൽ റെക്കോർഡിൽ നിന്ന് മാറും. ഈ 30 പകരം 45% എൻഡോസ് ചെയ്യും. ദെൻ ഐ വിൽ ലീവ് ഇറ്റ്. ഐ വിൽ നോട്ട് ഡു ഇറ്റ് ഫോർ എ വീക്ക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ജെന്യൂൻ ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ റൈറ്റ് ഇൻഫർമേഷൻ കോൾ ഫ്രം ദം. അപ്പോഴും അതിനെ ആൻസർ ചെയ്യാതെ യു ട്രൈ ടു ഇനിഷ്യേറ്റ് ഫ്രം യുവർ സൈഡ്. നോർമലി പണ്ടത്തെ ഒരു 10 years ബാക്ക് ഈ ബാങ്ക് ഇതേപോലത്തെ ക്രൈം ആക്ടിവിറ്റീസിന് ആൾക്കാരെല്ലാം ചെയ്യാറുണ്ട്. എത്ര പേർ ചെയ്തിരുന്നെന്ന് അറിഞ്ഞൂടാ. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് OTP എന്തോ ചോദിച്ചാൽ യു കട്ട് ഇറ്റ് ഓൺ, യു ഗിവ് യുവർ നമ്പർ, ഐ വിൽ ഗിവ് യു കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് നമ്പർ വിൽ നോട്ട് റീച്ച്. ഈ തീവ്സ് ചെയ്യുന്ന നമ്പറുകൾ വൺ വേ മാത്രമേ കാണത്തുള്ളൂ. അവരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ ഇൻവേർഡ് കോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും. അല്ലെങ്കിൽ ദേ ക്യാൻ ബി ഈസിലി ട്രേസ്ഡ്. അപ്പോൾ അവരെ കട്ട് ചെയ്തിട്ട് you say that I'm just having a tea or I'm little busier, I will give you a call back, kindly give you your number എന്ന് പറയുമ്പോൾ എനിക്കും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ നമ്പർ ഇതാണെന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് നെറ്റിലടിച്ച് നോക്കുകയാണെങ്കിൽ നമ്പർ സെയിം ആയിരിക്കും. ആ നമ്പറിൽ എൻഡോസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒരാൾ അറ്റൻഡ് ചെയ്യും. ഐ ഗോട്ട് എ കോൾ അറൗണ്ട് 5 minutes ബാക്ക്, നോ വി ആർ നെവർ ഗിവൺ എ കോൾ എന്ന് അവർ തിരിച്ചു പറയും. അപ്പം മനസ്സിലായിക്കൊള്ളുക, ഇറ്റ് ഹാസ് ഗോൺ. അപ്പം ഈ ക്രൈം പലതും ഓർഗനൈസ്ഡ് നേച്ചറിലാണ് പോകുന്നത്. ഓർഗനൈസ്ഡ് നേച്ചറിൽ ഈ സൈബർ ക്രൈംസ് ആർ മോർ ഓർഗനൈസ്ഡ് ദാൻ എനി അതർ ക്രൈംസ് എന്നാണ് ഈ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. വെൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനൊക്കെ ഏത് രീതിയിലൊക്കെ കളിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് 100% അവർ ട്രയൽ മാത്രമല്ല റിപ്പീറ്റഡ് ട്രയൽസ് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ആക്ട് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസ് കമ്പനീസ് are growing a lot in India. Not only in India, anywhere. But insurance companies വളരുന്നതിൻ്റെ റീസൺ അറിയാവോ? ഇൻഷുറൻസ് കമ്പനീസ് വളരുന്നതിൻ്റെ റീസൺ ആരും പറയുന്നില്ല, ഞാൻ തന്നെ പറയും. പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കാരണം സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ് അവിടെ ഉള്ളത്. 1000 അല്ലെങ്കിൽ 1000 1 lakhs ഒരു വ്യക്തിക്ക് കൊടുക്കണ്ടു. ഓക്കെ, മുഴുവൻ സാറ് പറഞ്ഞ പ്രോസസ്സാണ്. ഞാൻ വളരുന്ന രീതി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേ ഡെവലപ്പ് ഫിയർ സൈക്കോസിസ് ഇൻ എവറി പേഴ്സൺ. നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ എന്താവും, നീ മരണപ്പെട്ടാൽ നിന്റെ മോൻ എന്താവും, നീ മരണപ്പെട്ടാൽ നിന്റെ കുടുംബം എന്താവും. അപ്പം നമ്മൾ മോർ വരീഡാണ്. ഞാൻ പറയുന്നത് സിമ്പിൾ, യു ക്യാൻ ആസ്ക് ദ പേഴ്സൺസ്. ഞാൻ വേണമെങ്കിൽ ഒരു 5 പേരുടെ നമ്പർ തരാം. ഞാൻ മരണപ്പെട്ട എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ഐ വിൽ നോട്ട് ബി അവേ, ഐ വിൽ ബി സംവെയർ അവേ. ഷീ വിൽ ലുക്ക് ആഫ്റ്റർ ഹെർ സെൽഫ്. ഇല്ലെങ്കിൽ പോയി മരണപ്പെട്ടിട്ട് അവളെ മുന്ന് സിമ്പിൾ ലൈൻ പറയുക, ദേ കാണ്ട് ചീറ്റ് യു ആർ ദേ കാണ്ട് പ്രഷറൈസ് യു ടു ഗിവ് ഓൾ യുവർ മണി ടു ഇൻഷുറൻസ് കമ്പനീസ്. ഇതാണ് ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അവർ ചെയ്യുന്നത്. ദേ ഡോണ്ട് ഡിപ്പെൻഡ് ആർ ദേ ഡോണ്ട് എൻഷുർ ദാറ്റ് അതർ ആർ ഡിപ്പെൻഡ് ഓൺ യു. എവറിബഡി ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മളൊരു ഹ്യൂമൻ, ദേ ആർ ആൾസോ അനദർ ഹ്യൂമൻ. മീൻസ് ആ ഹ്യൂമന് ഇൻറ്ററാക്ഷൻ ഉണ്ട്. ഞാൻ വൈ ഷുഡ് ഐ ഗെറ്റ് ബൈൻഡഡ് എ ലോട്ട്? ആ മെയിൽ ഷോവനിസത്തിലാണ് സാർ അത് ഈ പ്രശ്നം വരുന്നത്. റൈറ്റ്, വെരി റൈറ്റ് മാം. മേൽ ചൗവനിസത്തിലാണ് ഇത് വരുന്നത്. അതിലിരുന്ന് മാറുന്ന അഫ്കോഴ്സ് കേരള, ഞാനത് പറയാൻ വായെടുത്ത് പിന്നെ നിർത്തിയതാണ്. കേരളം ലിറ്റിൽ ബിറ്റ് അഹഡാണ്. മീൻസ് കൊള്ളാം. റീസൺ ഈസ് ഹിയർ ഓൾ ദ ലേഡീസ് ആർ ബീൻ ഗിവൺ എംപവർമെൻറ്റ്. അറിയാം, മർമ്മക്കത്തായ സിസ്റ്റം ഇരുന്നത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടെ എംപവേർഡ് ആണ്. അതിൽ അത്ര അല്ല. പിന്നെ സ്റ്റിൽ കേരളത്തിലും ഇൻഷുറൻസ് കമ്പനീസ് ആർ ഗ്രോയിങ് എ ലോട്ട്. അതിൽ ആണുങ്ങളെയാണ് അവർ ചെന്ന് പിടിക്കുന്നത്, സ്ത്രീകളെ പിടിക്കുന്നില്ല കൂടുതലും. അന്നേരം സ്ത്രീകൾ
കൂടുതൽ ഇന്റലക്ച്വൽ ആണ്, അവർ കാൽക്കുലേറ്റീവ് ആണ്. അല്ല ഈ അതുകൊണ്ട് പുരുഷന്മാരുടെ മനസ്സിൽ നിന്ന് ആ മൈൽ ഷോവനിസം പോണില്ല. അതുകൊണ്ടാണ് അവരെ പോയി പിടിച്ചാ കിട്ടുന്നത്. ചിലപ്പോൾ അതായിരിക്കും. മേ ബി ദ റൂട്ട് കോസ് മൈറ്റ് ബി ദ സെയിം മാം. റൂട്ട് കോസ് മൈറ്റ് ബി ദ സെയിം ആയിരിക്കാം. ഞാൻ അത്രയ്ക്കും കാൽക്കുലേറ്റ് ചെയ്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആണുങ്ങൾ മേൽ ചവനിസം എന്ന് പറഞ്ഞാൽ ഡോമിനേഷൻ ആണ്. യെസ്, റൈറ്റ്, യു ആർ റൈറ്റ്. അറിയാം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് അവൾക്ക് പൈസ, ഞാൻ പ്രീമിയം 50,000 രൂപ മാസം കൊടുത്താൽ, അല്ല വർഷം കൊടുത്താൽ, ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഞാൻ മരണപ്പെടുമ്പോൾ കിട്ടുവാണെങ്കിൽ ഷീ ക്യാൻ സസ്റ്റെയിൻ ഹെർസെൽഫ് എന്ന്. കൂടുതലും കുട്ടികള് ഇല്ലെങ്കിൽ കുട്ടിക്ക് ഉള്ള വിദ്യാഭ്യാസം, കുട്ടിയുടെ ഭാവി അങ്ങനെ ഓർത്ത് ഓരോ കുട്ടി ജനിക്കുമ്പോഴും പോയി ചേരുന്നുണ്ട്. അല്ല, ചേരുന്നത് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഹാവിങ് കോൺഫിഡൻസ് ദാറ്റ് യുവർ കുട്ടി വിൽ ഗ്രോ ആൻഡ് ദാറ്റ് കുട്ടി വിൽ ബി സെൽഫ് സസ്റ്റൈനബിൾ, മീൻസ് സെൽഫ് റിലയൻസ് ആയിട്ട് നിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് പ്രോബ്ലം. അത് മെയിൽ ഷോവനിസിൽ നിന്നാണ് വരുന്നത്. ആയിരിക്കാം, കറക്റ്റ്. പക്ഷെ ഞാൻ ഐ ഹാവ് ഓൺലി വൺ ഡോട്ടർ. ബട്ട് ഞാൻ ആ ഡോട്ടറിനെ ഒരിക്കലും ഫിയർ ചെയ്തിട്ടില്ല, ഇന്നും ഫിയർ ചെയ്യുന്നില്ല. ഇറ്റ് ഗോസ്. You have to grow yourself. I can give you backup support a little bit and don't expect that I have to handhold you. ഇതാണ് ഞാൻ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ ബട്ടർഫ്ലൈ തിയറി അറിയാമല്ലോ. ബട്ടർഫ്ലൈയുടെ ലാർവയിലിരുന്ന് പുറത്ത് ചാടുന്നതിന് മുമ്പ് നമ്മൾ ആ ഷെല്ലിനെ പൊട്ടിച്ചു കൊടുത്താൽ ഇറ്റ് വിൽ ഡൈ ഓഫ്. ഇത് മനസ്സിലാകാതാണ് നമ്മൾ കൂടുതലും ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരുടെ ഒറിജിനാലിറ്റി കിട്ടാതെ പോകുന്നത്. ഞാൻ ഈ സൈബർ ക്രൈമിൽ വായിച്ചപ്പോൾ 17 വയസ്സ് ഒരു പയ്യൻ 2020 ഹി വാസ് ബീൻ ഹയർഡ് ബൈ എ കമ്പനി ഫോർ എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് ഹി വാസ് പെയ്ഡ് ക്രോസ് എന്നാണ് പറഞ്ഞത്. ആ പയ്യൻ, അവൻ ഇന്റലക്ച്വലിറ്റീനെ അവരുടെ പാരൻസ് ഹാൻഡ് ഹോൾഡ് ചെയ്യാതിരുന്നത് കൊണ്ടായിരിക്കും കിട്ടിയത്. ഹാൻഡ് ഹോൾഡ് ചെയ്തിരുന്നാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ റൂട്ട് കൂടെയേ വരാവൂ, ഇങ്ങനെയേ ആകാവൂ. ഇത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ, ഓമന ടീച്ചർ പറഞ്ഞ പോലെ സോഷ്യൽ സിസ്റ്റത്തിൽ മേൽ ചവനിസം, അത് കഴിഞ്ഞാൽ അടുത്ത സോഷ്യൽ സിസ്റ്റത്തിൽ നമ്മുടെ മക്കൾ 24 വയസ്സായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ എന്തുകൊണ്ട് അവർക്ക് കൊച്ചു ജനിച്ചില്ല. ദാറ്റ് ഓൾ ദെയർ ഓൺ ലിബർട്ടി എന്ന് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. നമ്മൾ എല്ലാത്തിനും ഒരു കൺവെൻഷണൽ റൂട്ടിൽ കൂടെ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഈ സൈബർ ക്രൈമും നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടർ ഫ്രോഡ് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ഫ്രോഡ് ഈസ് എൻ ആക്ട് യൂസിങ് എ കമ്പ്യൂട്ടർ ടു ടേക്ക് or alternative electronic data to gain unlawful access to a computer or system. അതിനകത്ത് കയറാൻ മീൻസ് എൻ്റെ കമ്പ്യൂട്ടറിൽ വേറൊരാൾ കയറി പറ്റുവാണെങ്കിൽ, ഇന്ന് ഇഷ്ടംപോലെ ഒരുപാട് സിസ്റ്റം വന്ന് ആദ്യം മിററിങ് ചെയ്യാൻ പറ്റും. എന്തായാലും യൂസ്ഡ് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ. എൻ്റെ ഓഫീസ് കമ്പ്യൂട്ടറിൽ ചെന്നൈയിലിരുന്നാണ് ഒരാൾ ഇമ്മീഡിയറ്റ്ലി റിപ്പയർ ചെയ്ത് തരുന്നത്. അവർ ആ മിററിങ് സോഫ്റ്റ്വെയർ, ഒരു 5-6 സോഫ്റ്റ്വെയർ ഉണ്ട്, എനിക്ക് ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അത് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അത് വെറും ഒരു KB ഉള്ളൂ, 60 or 80 KB. ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മൗസ്, സാർ ഓക്കെ ദൻ യു ആർ ഫ്രീ എന്ന് പറയും. എൻ്റെ കമ്പ്യൂട്ടറിൽ അവൻ ചെന്നൈയിലിരുന്ന് എൻ്റെ മൗസ് ഞാൻ ഇവിടെ പിടിക്കുന്നവരും അവൻ അവിടുത്തെ പിടിക്കുന്ന മൗസ് കൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറെല്ലാം അവൻ റിപ്പയർ ചെയ്യും. ഇത്രയും ചെയ്യാനുള്ളൊരു ആക്സസിബിലിറ്റി, ദാറ്റ് ഈസ് ലീഗലി. സോ ഇല്ലീഗലി സെയിം സിസ്റ്റം അവരെടുക്കുന്നതാണ് പരമാവധി സെൽഫോണിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് ഐ ഹാഡ് എ വാട്സപ്പ് മെസ്സേജ്. ആ വാട്സപ്പ് മെസ്സേജിൽ ഒന്നുമില്ല. ഒരുത്തൻ നേരെ വരികയാണ്, ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന ഒരുത്തനുള്ളത്. ഇവൻ ഡീസൻ്റ് ആയിട്ട് നല്ല ഹാഫ് ഷർട്ട്സും നല്ല ടീഷർട്ട്, കോസ്റ്റ്ലി ടീഷർട്ട്, ഷൂസൊക്കെ ഇട്ടിട്ട് പറഞ്ഞു. ഒരുത്തന്ന് പറയാം, എൻ്റെ ഫോൺ സ്വിമ്മിംഗ് പൂളിൽ വീഴ്ന്നു പോയി. ഞാൻ കണ്ട വാട്സപ്പ് മെസ്സേജ്, സ്വിമ്മിംഗ് പൂളിൽ വീഴ്ന്നു പോയി. if you don't mind it, can you may use your phone just to ring one person that such എന്നൊക്കെ പറയും. അപ്പം ഇവിടെ ഇരിക്കുന്ന ആള് ഒരു കൈൻഡ്നെസ് കൊണ്ട് പെട്ടെന്ന് ഓക്കെ ടെൽ ദ നമ്പർ എന്ന് പറയും. നമ്പറെല്ലാം ഇവൻ അടിക്കും. നമ്പർ റിങ് ചെയ്യുമ്പോൾ മറ്റവൻ്റെ കയ്യിൽ കൊടുക്കും. മറ്റവൻ അങ്ങപ്പുറത്ത് പോയിട്ട് ഹായ് ഓക്കെ എന്ന് പറയും.
അടുത്ത് അതിനകത്ത് ഒരു OTP വരുന്നു. ഈ OTP ഇവൻ ആര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളൻ മാത്രം, അല്ലെങ്കിൽ കാറിലിരുന്ന് ഇറങ്ങി വന്ന് ആഫ്റ്റർ ഹവേഴ്സ് റിട്ടർന്നവ മാത്രം കാണും. അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 10:30 ഐ വിൽ മീറ്റ് യു എന്ന് മാത്രം പറയും. ഇവന്റെ മുമ്പിൽ ഒരു 5 ഫീറ്റിന്റെ അംഗപ്പുറത്താണ് നിൽക്കുന്നത്. ഒരു OTP 1030 വരുന്നു. ഇവൻ പറയുന്നത് 10:30 ഐ വിൽ മീറ്റ് യു എന്ന് കട്ട് ചെയ്യും. താങ്ക് യു സാർ എന്ന് തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ താങ്ക് യു സാർ പറഞ്ഞിട്ട് ഇവൻ തിരിച്ച് കാറിൽ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ഈ പിക്ചറിൽ കാണിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആക്ച്വലി. എന്ന് പറഞ്ഞാൽ മറ്റാൾക്ക് എല്ലാ ആക്സസും കിട്ടുവാണെങ്കിൽ ഇങ്ങേരുടെ ഫോണിൽ ഒരു ഫീഡ്ബാക്ക് വരത്തില്ല. ബട്ട് ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൻ്റെ 50,000 റുപ്പീസ് കട്ടായി, അടുത്ത് കഴിഞ്ഞ ഒരു 20,000 റുപ്പീസ് ഇവൻ തിരിച്ചു ഓടുന്നതിന് മുമ്പ് ആ കാർ അങ്ങോട്ട് പോകുന്നതായിട്ട് ഈ പിക്ചർ കാണിക്കും. ദാറ്റ് സംബഡി വാണ്ടഡ് ടു മേക്ക് ആസ് ലിറ്റിൽ ബിറ്റ് അവെയർ ഓഫ് സൈബർ ക്രൈംസ്, അതുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് സൈബർ ക്രൈമിൻ്റെ മൊഡാലിറ്റീസ് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. പല ആൾക്കാർ അതുകൊണ്ട് താങ്കളുടെ ഫോൺ ഒരിക്കലും ആരുടെ കയ്യിലും ഒരാൾക്കും വിളിക്കാൻ കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കീപ്പ് ഓൺ സ്പീക്കർ ഫോൺ ഓൺ, ആസ്ക് ദ പേഴ്സൺ ടു ടോക്ക്, ഇമ്മീഡിയറ്റ്ലി എവിടെ ഡൗട്ട് ഉണ്ടോ കട്ട് ചെയ്യുക. ഒന്ന്. രണ്ടാമത്, എന്തൊരു കോള് നിങ്ങൾക്ക് സ്പാം അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് യുവർ ഇന്റർനെറ്റ് തിങ്സ്. അത് കഴിഞ്ഞിട്ട് ഓൺലി ഡാറ്റ മോഡിൽ സംസാരിക്കുക. ഡൗട്ട് വരുവാണെങ്കിൽ വിത്തിൻ 10 to 15 സെക്കൻഡ്സ് കട്ട് ചെയ്യുക. ഈവൻ ഇഫ് ദേ ആർ ട്രൈങ് ടു സ്നാച്ച് യുവർ ഡാറ്റ, ഹാഫ് ദ വേയിൽ നിൽക്കുമ്പോൾ ഫുള്ളും അവർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് എ വേ വി ഇൻ അവർ ഓഫീസ് വി ട്രൈ. ഓക്കെ, ഇതാണ് ഒരു മെയിൻ പോയിന്റ്. കമ്പ്യൂട്ടർ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഹാക്കിങ്ങിനോട്ട് പോകുന്നതാണ്. അടുത്ത് സെക്കൻഡാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് ഓഫ്കോഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് കാണും. പ്രോബബ്ലി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും ആ കോൾ വന്നിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിന് അത്രയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഡിജിറ്റൽ അറസ്റ്റ്. ദ തേർഡ് ഈസ് ഫ്രോഡ് ഫാക്ടറീസ്. ഫ്രോഡ് ഫാക്ടറീസ് എന്ന് പറയുന്നത് മാക്സിമം കംബോഡിയയിലിരുന്നാണ് തുടങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. A fraud factory is a collection of large fraud organizations, usually involving cyber fraud, human trafficking operations. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിന് വേണ്ടിയും ഈ കമ്പ്യൂട്ടറിന് ഇവർ ഉപയോഗിക്കുന്നതായിട്ട് കുറേ, ഞാൻ ഡീറ്റെയിൽസ് അതാന്ന് പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസിലായിട്ട് പോകുന്നില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സൈബർ ടെററിസം. Cyber terrorism refers to a terrorism committed through the use of a cyberspace or computer resources. The act of disruption of a computer network and personal computers through viruses, worms, phishing, malicious software, hardware, program scripts can all be form cyber terrorism. Then cyber extortion. Cyber extortion എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൽ നമ്മളെ കൊണ്ട് എത്തിപ്പിച്ചിട്ട് അത് ഈ ഇടയ്ക്ക് കുറേയൊക്കെ പത്രത്തിലാണ് വന്നിരുന്നു. പറയാൽ അങ്ങപ്പുറത്ത് ഒരു ന്യൂഡ് ലേഡി നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. നിന്ന ഡ്രസ്സ് ഓരോ സ്റ്റെപ്പായിട്ട് ഊറാൻ പറയും. അവർ ഇതെല്ലാം വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ദെൻ ദേ വിൽ ഗോ ഫോർ ബാർഗെയിനിങ് വിത്ത് യു. എനിക്ക് 50,000 രൂപ തന്നില്ലെങ്കിൽ ഇത് ഞാൻ നിൻ്റെ കുടുംബത്തിൽ ഫോർവേഡ് ചെയ്യും, നിൻ്റെ സൊസൈറ്റിയിൽ ഫോർവേഡ് ചെയ്യുമെന്ന്. അപ്പം കുറേ പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും പൈസ കൊടുക്കും. ഇതാണ് സൈബർ എക്സ്റ്റോർഷൻ. ദെൻ റാൻസം വെയർ. റാൻസം വെയർ എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സെൽഫോണിൽ മാൽവെയർ കയറ്റി വിടുകയാണ്. ഇത് ഈ റാൻസം വെയർ പ്രോബബ്ലി 153 കൺട്രീസ് ആർ അഫക്റ്റഡ് ഔട്ട് ഓഫ് 193 കൺട്രീസ് എന്നാണ് പറയുന്നത്. ദെൻ സൈബർ സെക്സ് ട്രാഫിക്കിംഗ്. സൈബർ സെക്സ് എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതിൻ്റെ വേറൊരു ഇത്. മീൻസ് കോയാസ്ഡ് സെക്ഷൽ ആക്ട്സ് ആർ റേപ്പ് ഓൺ വെബ് ക്യാമറയിൽ കൂടെ ചെയ്യുന്ന, അഗൈൻ ഇതും ഒരു സൈബർ ക്രൈമാണ്. ദെൻ സൈബർ വാർഫെയർ. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇനി ഒരുപാടുണ്ട്. ഫിഷിംഗ്, സ്പാം, propagation of illegal, obscene, offensive content, including harassment and threats, then ad fraud, obscene content, online harassment. ഓൺലൈൻ ഹറാസ്മെൻറ്റിലാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കാരിയോൺ ത്രെട്ടൺ ചെയ്യും, നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്ന് കൊന്നുകളയും, അല്ലെങ്കിൽ നിൻ്റെ ഫാമിലീനെ ഇത്ര ഡിസ്റ്റർബ് ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു. ദെൻ സൈബർ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമിഡേറ്റ് വിത്ത് ഫിയർ ആർ അബ്യൂസീവ് മെസ്സേജസ് പീരിയോഡിക്കലി തരുന്നത്. ദെൻ റേസിസം, ഇൻ്റർനെറ്റ്
അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൈബർ ക്രൈമിനോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ സൈബർ ക്രൈമിനെ അടുത്ത് ലെറ്റ് മീ ടെൽ യു 1 second. Where I ഓഹോ സാർ എന്നെ കാണാവോ? കാണാം. ഓക്കെ. ഇപ്പം എനിക്ക് കാണാം. ഞാൻ ഒന്ന് ഷെയർ ചെയ്തേക്കട്ടെ സാർ. യാ ഈ സൈബർ ക്രൈം പ്രിവെൻഷൻ ആക്ട് ആദ്യം തുടങ്ങിയത് ഫിലിപ്പൈൻസിലാണ്. സൈബർ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ സ്ക്രീൻ? കാണാം സാറേ, കാണാം. ഓക്കെ, റൈറ്റ്. താങ്ക് യു സാർ. അപ്പോൾ ഇതിൻ്റെ പെനാലിറ്റീസ് കുറേ പറയുന്നുണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത് നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ NBI ഓഫ് ഫിലിപ്പൈൻസ് ആണ് ഇവർ പറയുന്നത്. ഇനി ഇന്ത്യയിൽ വരുമ്പോൾ പ്രൈമറി ലെജിസ്ലേഷൻ IT ആക്ട് 2000-ലാണ് തുടങ്ങുന്നത്. അതിന് 2008 അഗൈൻ അമെൻമെൻറ്റ് തന്ന് ദെൻ 2025-26 അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഹാക്കിംഗ് സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 66D ചീറ്റിംഗ് ബൈ ഇംപെർസണേഷൻ, ദെൻ 66E പ്രൈവസി വയലേഷൻ, 66F സൈബർ ടെററിസം. ഇതിൽ 782 crore സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ യൂണിയൻ ബഡ്ജറ്റ് 2025-26 അലക്കേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 782 crores. ചെറിയ എമൗണ്ട് അല്ല. അപ്പം ഇത് കുറേ എക്സ്ട്രോർഡിനറി ഒരു ത്രെട്ടാണെന്ന് സൊസൈറ്റിക്ക് മനസ്സിലായത് കൊണ്ടാണ്. പിന്നെ വേറെ ആക്ടുകൾ എന്ന് പറഞ്ഞാൽ കെന്യ, നൈജീരിയ ഇവിടെയൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ദ കമ്പ്യൂട്ടർ മിസ്യൂസ് സൈബർ ക്രൈംസ് ആക്ട് വാസ് അമെൻഡഡ് ഇൻ October 2025 കെന്യയിൽ. നൈജീരിയയിൽ അഗൈൻ 2024 അവർ അമെൻമെന്റ് കൊടുത്തു. ഇങ്ങനെ ഇവരെല്ലാം ചെയ്താലും ഒന്നുമില്ല. ഇന്ത്യയിൽ അവർ പറയുന്നത് ഇൻ കേസ് ഇഫ് യു ഗെറ്റ് ട്രാപ്ഡ് ബൈ എനിവെയർ കോൾ ദ നാഷണൽ ഹെൽപ്പ് ലൈൻ 1930 or report at the National Cyber Crime Reporting Portal. ഗൂഗിളിൽ ചെന്നിട്ട് സിമ്പിൾ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് എന്ന് മാത്രം അടിച്ചാൽ മതി. അതിൻ്റെ ഒരു ഫോം വരും, പ്രൊഫോമ വരും. ആ പ്രൊഫോമ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ ഇറ്റ് റീച്ചസ് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ കയറും. ദേ വിൽ ഗിവ് യു കോൾ ബാക്ക്. ഇതിനകത്ത് മെയിൻ അല്ലെങ്കിൽ ദ മേജർ ഏരിയ ഈസ് ഫിഷിംഗ്. ഫിഷിംഗ് ഈസ് എ സൈബർ അറ്റാക്ക് വെയർ ക്രിമിനൽസ് ഇംപേഴ്സണേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്. ബാങ്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സിനൊക്കെ അവർ വയ ഇമെയിൽ, ടെക്സ്റ്റ്, കോൾസ് ആർ trick the people into revealing sensitive data like passwords, bank details, social security number, often leading to identity theft, financial loss, or malware installation by creating fake websites attachment. ഇതാണ് കൂടുതലും ഒരിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. SBIൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന് പകരം അവർ സ്റ്റേറ്റ് SATEന് പകരം STATA എന്നും ആയിരിക്കും. ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കോമ അല്ലെങ്കിൽ ഒരു അക്ഷരം മാത്രം മാറ്റി കണ്ടിരിക്കും. അവർ ഇൻസിഗ്നിയ അല്ലെങ്കിൽ ലോഗോ എല്ലാം സെയിം ആയിട്ട് അവർ കാണിക്കും. ഇതൊരു ഡമ്മി ഏരിയ ആയിരിക്കും. അങ്ങോട്ട് നമ്മൾ വി വിൽ ബി റീറൂട്ടഡ് ടു എ ഡിഫറെൻറ്റ് എക്സ്പോസ്ഡ് സൈറ്റ്. അവിടെ നിന്ന് നമ്മളെല്ലാം അത് അടിച്ചോണ്ട് പോകും. ഇതാണ് മീൻസ് മെയിൻലി ഇംപേഴ്സണൈസേഷൻ ആണ് കൂടുതലും. സ്കാമേഴ്സ് പ്രസന്റ് ടു ബി ട്രസ്റ്റഡ് സോഴ്സസ് ലൈക്ക് ബാങ്ക്. ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയും. അപ്പം നമ്മൾ പല സമയങ്ങളിൽ മെയിൻലി ദേ ടാർഗറ്റ് മാക്സിമം പെൻഷനേഴ്സ്. നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ട് നിങ്ങൾ എന്ത് പറയും, ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എൻഡോസ് ആയിട്ടില്ല. ഹാവ് യു ഗിവൺ? യെസ് ഗിവൺ. ഇല്ല, ശരിയായില്ല. ഇനി ഒന്നുകൂടെ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുക. ഒരു OTP വരും. OTP പറഞ്ഞു തരും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ത്രൂ ആകും. ഈ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. മീൻസ് ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലൊക്കെ കൂടുതലും ഗവൺമെൻറ് എംപ്ലോയീസിന് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം.
ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലമാണ്. ദെൻ ഡിസപ്ഷൻ, ദേ സെൻഡ് മെസ്സേജസ് വിത്ത് അർജന്റ് സ്റ്റോറീസ്, സസ്പീഷ്യസ് ആക്ടിവിറ്റി, പേയ്മെന്റ് ഇഷ്യൂസ്, ഫേക്ക് ഇൻവോയ്സസ്. Then manipulation, they include links to fake login pages and attachments that load on malware. Goal, to steal credentials, money, or install ransomware viruses. ഇതൊക്കെ ചെയ്യുന്നതാണ് ഗോൾ എന്ന് പറയുന്നത്. Then common tactics, urgency, your account will be suspended if you don't do it now, അല്ലെങ്കിൽ within 2 hours എന്നൊക്കെ പറയുന്ന വാക്കാണ്. Then unusual login attempt detected എന്ന് പറയും. പിന്നെ യു വൺ ദ ഗെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിന് പല സമയങ്ങളിൽ ഇതിനെക്കാട്ടിലും വേറൊരു വലിയ കളിയുണ്ട്. ആ കളി എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പരിപാടി, വാട്ട് ഡു ദേ സേ ദാറ്റ്, അയ്യോ 100 രൂപ, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോയി, നിങ്ങൾക്ക് 2,000 രൂപ അയച്ചു പോയി, അത് തിരിച്ചു തരുമോ എന്ന് പറയും. വേറെ ആർക്കും അയക്കേണ്ടിയ പൈസ നിങ്ങൾക്ക് അയച്ചു പോയി, കൈൻഡ്ലി ഗീവ് മീ ബാക്ക് എന്ന് പറയും അവർ. ഗീവ് മീ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. വെൻ യു സെൻഡ് ഇറ്റ്, ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അവർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ളും അവർക്ക് കിട്ടും. മതി, അത്രമാത്രം മതി. ബാക്കിയൊക്കെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒരു OTP കൂടെ വാങ്ങിപ്പിക്കും. അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ അവർ ചെയ്യുന്നതാണ്. ദെൻ ഇത് എനിക്ക് കൊള്ളാമായിട്ട് തോന്നി. സൈബർ ക്രൈം ലോസ് ഇൻ ഇന്ത്യ, വാട്ട് എവറി ഇന്റർനെറ്റ് യൂസേഴ്സ് മസ്റ്റ് നോ. സൈബർ ക്രൈംസ് ഇന്ത്യനെ എന്ത് പറയുന്നു പറഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് സൈബർ ക്രൈം, ലീഗൽ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് വേണ്ട. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സൈബർ ക്രൈം അണ്ടർ ഇന്ത്യൻ ലോ, ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, അതിനകത്ത് ഐഡന്റിറ്റി തെഫ്റ്റ്, സൈബർ സ്റ്റേക്കിംഗ്, ഹറാസ്മെന്റ്, ഫ്രോഡ്. ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഹാക്കിംഗ്, ഡാറ്റ തെഫ്റ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, റാൻസംവെയർ. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് പോകുന്നത് സമയം കുറച്ച് ക്ലോസർ ആകുന്നതുകൊണ്ടാണ്. ക്രൈംസ് അഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ, കോർപ്പറേറ്റ് എസ്പിയോണേജ്, വെബ്സൈറ്റ് ഡിഫേസ്മെന്റ്, DDoS അറ്റാക്സ്. ക്രൈംസ് അഗെയിൻസ്റ്റ് സൊസൈറ്റി, സൈബർ ടെററിസം, സ്പ്രെഡിംഗ് ഫേക്ക് ന്യൂസ്, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം കൂടുതലും സൈബർ ക്രൈംസിന് 2 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സൈബർ ക്രൈം പ്രിവെൻഷൻ ആക്ടിൽ. ഒന്ന് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസ്, അത് ഹാക്കിങ്ങും ഐഡന്റിറ്റി തെഫ്റ്റുമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് റിലേറ്റഡ് ഒഫൻസസിലാണ് സൈബർ സെക്സ്, ചൈൽഡ് പോണോഗ്രാഫി, ഓൺലൈൻ ലിബൽ. ലിബൽ എന്ന് പറയുന്നതാണ് ഈ വേർഡുകൾ കൊണ്ടുപോകുന്നത്, മീൻസ് റൈറ്റിംഗ്, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന മെസ്സേജസ് ആണ് ലിബൽ എന്ന് പറയുന്നത്. സ്ലാൻഡർ എന്ന് പറയുന്നത് വാക്കാൽ ഒരാളെ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഡിഫേം ചെയ്യുന്നതാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. അതിന് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ പേപ്പർ പബ്ലിക്കേഷന് അല്ലെങ്കിൽ അതേപോലത്തെ പ്രിന്റബിൾ മെറ്റീരിയൽ ചെയ്യുന്നത് ലിബൽ എന്ന് പറയുന്നു. ഓക്കെ. ദെൻ എവല്യൂഷൻ ഓഫ് സൈബർ ക്രൈം ലോ ഇൻ ഇന്ത്യ. ഇൻഫർമേഷൻ IT ആക്ട് 2000-ലാണ് ഇതിൻ്റെ സൈബർ ക്രൈമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. IT ആക്ട് 2008-ലെ അമെൻമെന്റ് ചെയ്ത് എന്തിനാ, ഫോളോയിങ് 26/11 മുംബൈ അറ്റാക്ക്, significant amendments expanded the scope to include cyber terrorism, strict penalties and enhanced investigation powers. 2008-ൽ എടുത്തത്. Then current legal framework and sectors, primary legislation IT Act 2000, IPC 1890, അതിനകത്ത് BNSS ആയിട്ട് മാറി. And then as എവിഡൻസ് ആക്ട് 1872 സാക്ഷ്യ നിയമസാക്ഷിയെ ഇതായിട്ട് മാറി, അതിനെ ഫുൾ ഇട്ടു. ലീഗൽ പേഴ്സണൽ ഡാറ്റ, DTDP ആക്ട് 2023, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടാണ്. DPDT എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 വന്നെങ്കിലും 2025-ലാണ് ഇതിൻ്റെ എനാക്ട്മെന്റ് ആക്ച്വലി ഫീൽഡിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ 2026-ലായിരിക്കും ഇത് ഫുള്ളി സ്പ്രെഡ് ആകുന്നത്. DPDP ആക്ട് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ട് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇതിനകത്ത് പല ഡാറ്റയും, ഈവൻ ആധാർ കാർഡിനെ പോലും നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഈ DPDP ആക്ടിൻ്റെ ഒരു റീസണാണ്. ബിക്കോസ് ആസ് ഓൺ ഡേറ്റ് നമ്മൾ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുണ്ടലി എന്ന് ഹിന്ദിയിൽ പറയുന്ന വാക്കിൽ A to Z എവിടൊക്കെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്, എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, എന്തൊക്കെ ട്രാൻസാക്ഷൻ സംഭവിച്ചു, എവിടൊക്കെ നിങ്ങൾ പോയിരുന്നു, ഈവൻ
യൂറോപ്പോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയോ എവിടെ പോയിരുന്നാലും എവറിത്തിങ് ക്യാൻ ബി ട്രാക്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ സെൽഫോണിൽ ഇഫ് യു ജസ്റ്റ് സീ ദാറ്റ് ഒരു പർട്ടിക്കുലർ മരുന്ന് അല്ലെങ്കിൽ പർട്ടിക്കുലർ സാധനത്തിന് ഇപ്പം ഒരു പർട്ടിക്കുലർ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ടു മുംബൈ ഞാൻ ചെക്ക് ചെയ്താൽ നാളെ തൊട്ട് ട്രിവാൻഡ്രം ടു മുംബൈയുടെ ഓവർ ഡാറ്റാസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെൽഫോണിലുള്ള ട്രാക്കിംഗ് സിസ്റ്റത്തിലാണ്. ബിയോണ്ട് ദാറ്റ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരെ അവർ അനലൈസ് ചെയ്യാൻ സ്പൈവെയർ ബൈ ഡിഫാൾട്ട് എല്ലാ സെൽഫോണിലും ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പം അത്രയും വി ഷുഡ് ബി ലിറ്റിൽ മോർ അവെയർ എന്നാണ് ഈ സൈബർ ക്രൈമിൻ്റെ ഏരിയയിൽ സംസാരിക്കുന്നത്. മേജർ സൈബർ ക്രൈം കാറ്റഗറീസ് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഹാക്കിംഗ് ആൻഡ് അൺഓത്തറൈസ്ഡ് ആക്സസ്. അതിൻ്റെ കോമൺ എക്സാമ്പിൾസ് എന്നാണ് ബ്രേക്കിംഗ് ഇൻ ടു ഇമെയിൽ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, ആക്സസിങ് ബാങ്ക് സിസ്റ്റം, ഫിനാൻഷ്യൽ ഡാറ്റാബേസ്, ഇൻഫിൽട്രേറ്റിംഗ് കോർപ്പറേറ്റ് നെറ്റ്വർക്ക്സ്, ഡാറ്റാ തെഫ്റ്റ്, കോംപ്രമൈസിങ് ഗവൺമെൻറ് വെബ്സൈറ്റ്സ്. അതിൻ്റെ പെനൽറ്റീസ് ഒന്നും നമുക്കിപ്പോൾ അത്യാവശ്യമല്ല. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇംപെർസണൈസേഷൻ. ദെൻ മൂന്നാമത്തത് ഓൺലൈൻ ഫിനാൻഷ്യൽ ഫ്രോഡ് ആൻഡ് സൈബർ ചീറ്റിംഗ്. നാലാമത്തത് സൈബർ ബുള്ളിയിങ് ആൻഡ് ഓൺലൈൻ ഹറാസ്മെൻറ്റ്. അഞ്ചാമത്തത് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓൺലൈൻ. 6 ഡാറ്റ തെഫ്റ്റ് ആൻഡ് പ്രൈവസി വയലേഷൻ എന്ന് പറയുന്ന ഒരു 6 വിഭാഗങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏരിയ എന്ന് പറയുന്ന ഓൺലൈൻ റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ cybercrime.gov.in. സ്റ്റേറ്റ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻസ്, ഡെഡിക്കേറ്റഡ് നമ്പേഴ്സ് ഫോർ ഈച്ച് സ്റ്റേറ്റ്. നമ്മുടെ 1930 ആണ്. ദെൻ ഒന്നുമേ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 112 അടിച്ചു കഴിഞ്ഞാൽ അതിലിരുന്ന് അവർ റീഡയറക്റ്റ് ചെയ്തു തരും. ലോക്കൽ പോലീസ് സ്റ്റേഷൻ, ട്രഡീഷണൽ FIR ഫയലിംഗ് പ്രോസസ്, ബാങ്കിങ് ഓംബുഡ്സ്മൻ ഉണ്ട്. ദെൻ റിക്വയർഡ് ഇൻഫർമേഷൻ ഫോർ റിപ്പോർട്ടിംഗ്, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് വിത്ത് ടൈം ലൈൻ, സ്ക്രീൻഷോട്ട്സ്, ഇമെയിൽ, ഡിജിറ്റൽ എവിഡൻസ് preservations, financial transaction details and loss amount, suspect information if available, previous communication records with the perpetrator. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനെ നമുക്ക് കൂടുതൽ നോക്കേണ്ട. കോർട്ട് പ്രൊസീജിയർ ഫോർ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷൻ നോക്കുന്നത് ഡിജിറ്റൽ ഹൈജീൻ ബെസ്റ്റ് പ്രാക്ടീസ്, യൂസ് സ്ട്രോങ് യുനിക് പാസ്വേഡ് ഫോർ ഓൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാസ്വേഡ് പല അക്കൗണ്ടിലോ പല ഏരിയകളിലോ ഒന്നായിട്ട് കൊടുക്കരുത്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ കുറേ ന്യൂമറൽ, കുറേ ലെറ്റേഴ്സ്, ദെൻ കുറേ മറ്റ് പാസ് കീസ് എന്ന് പറയുന്നതിന് കോമ, ഹാഷ്, @ ഇങ്ങനത്തെ വാക്കുകളും കൂടെ ചേർക്കാൻ ശ്രമിക്കുക എന്ന് പറയും. എനേബിൾ 2-factor authentication wherever possible. റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, സെക്യൂരിറ്റി പാച്ചസ്. ഈ അപ്ഡേഷനിൽ കൂടെ ശ്രദ്ധിച്ചേ അപ്ഡേറ്റ് ചെയ്യാവൂ. സംടൈംസ് മാൽവെയർ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഡാറ്റ അവർ കൊണ്ടുപോകും. അതും കൂടെ അപ്ഡേഷനിൽ ശ്രദ്ധിച്ചോളുക. കെയർഫുൾ ഷെയറിംഗ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലൈൻ, വെരിഫിക്കേഷൻ ഓഫ് വെബ്സൈറ്റ് ഓതൻറ്റിസിറ്റി ബിഫോർ പേയ്മെൻറ്റ് ഇൻ കേസ്. Then social media safety, think before posting personal information or photos. Be cautious about accepting friends' request from strangers. The most important ആണ് ആരെയും പരിചയമില്ലാത്ത ആൾക്കാരെ നിങ്ങളുടെ ലിങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. റിപ്പോർട്ട് ആൻഡ് ബ്ലോക്ക് ഹറാസ്മെന്റ് ഇമ്മീഡിയറ്റ്ലി. അവോയ്ഡ് ക്ലിക്കിംഗ് സസ്പീഷ്യസ് ലിങ്ക്സ്, ഡൗൺലോഡിംഗ് അൺനോൺ ഫയൽസ്. Then financial security online, monitor bank statements periodically, never share OTP, use virtual credit cards for online shopping when possible, set up transaction limits and notification. ഞാൻ ഈ ലാസ്റ്റ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും 10,000 rupees 5,000 rupeesന് വേണ്ടി മാത്രം ചെയ്യും. അല്ലെങ്കിൽ when I go for big shopping 1 lakh ആക്കും. അതിനെക്കാട്ടിലും കൂടുതൽ ആവശ്യം അന്ന് തിരിച്ചു വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 1 hour ലാപ്പ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്തേക്കുക. Business and organizational protection, corporate cyber security, legal compliance requirement, data protection policy development and implementation അത്യാവശ്യമാണ്. ഇത് കോർപ്പറേറ്റിനാണ്. പ്രൈവസി ഇമ്പാക്ട് അസസ്മെന്റ്, എംപ്ലോയി കോൺഫിഡൻഷ്യാലിറ്റി, റെഗുലർ ലീഗൽ കംപ്ലൈൻസ് ഓഡിറ്റ് ആൻഡ് അപ്ഡേറ്റ്സ്, സൈബർ ഇൻഷുറൻസ് കവറേജ്. ഇതും കൂടെ ഇപ്പോൾ ഒരു പുതിയ ഇൻഷുറൻസ് സിസ്റ്റത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. സൈബർ ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഈ പരിപാടി തുടങ്ങി, അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. വേണമെങ്കിൽ നമുക്കും കൂടെ കയറാം.
ഓക്കെ. കേസ് സ്റ്റഡീസിന് ഈ പുട്ടസ്വാമി കേസ് ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് ജസ്റ്റിസ് പുട്ടസ്വാമിയാണ്, അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം 2017 കൊടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ് സൈബർ ക്രൈമിന് അഗേൻസ്റ്റ് വേണമെന്ന് പറയുന്ന ഒരു 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 ഇൻട്രസ്റ്റിംഗ് കേസാണിത്. ഇത് നല്ലൊരു കേസാണ്. ഇത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എവർ ഇമ്പോർട്ടൻറ്റ് കേസ് ഹിയർ ആഫ്റ്റർ. 2017 സംഭവിച്ചത്. അങ്ങനെ കുറേ ഫേസ്ബുക്ക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, റീസെൻറ്റ് ഹൈ പ്രൊഫൈൽ കേസസിന് സ്പൈവെയർ, ദെൻ റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ആൻഡ് വിക്ടിംസ്. നമ്മൾ ഒരു അക്യൂസ്ഡ് ഉള്ള ആൾക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അതിനെക്കാട്ടിലും ഞാൻ വിക്ടിമിന് പോവാം. വിക്ടിംസ് റൈറ്റ് ആൻഡ് സപ്പോർട്ട്, ലീഗൽ റെമഡീസ് അവൈലബിൾ, ക്രിമിനൽ പ്രോസിക്യൂഷൻ ഓഫ് പെർപെട്രേറ്റർ, civil suits for damages and compensation, injunctive relief to stop ongoing harassment, restoration of stolen digital asset where possible, support mechanism, victim compensation schemes under various state programs, psychological counseling and support services, legal aid and economically weaker section, witness protection in serious things. International cooperation Korea. അതൊന്നും വലിയതായിട്ടുള്ളതല്ല. ഞാൻ IoTയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അടുത്ത ഇതിൽ സെഷന് ആവശ്യമാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ടുഡേ. ഷെയർ സാർ, എൻ്റെ ഷെയറിംഗ് ആണെങ്കിൽ കിടക്കുകയാണോ? സ്റ്റോപ്പ് ഷെയർ. ഓക്കെ, right, sir. So this what I wanted to give you a preface that what is cyber crime and cyber crime prevention action ആണ് 2012 ഫിലിപ്പൈൻസ് തുടങ്ങി. ഇന്ത്യയിലെ IT ആക്ട് 2008 അമെൻഡ് ചെയ്ത് 2025 സെക്കൻഡ് അമെൻഡ് ചെയ്ത്. ഇതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും പറയുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസിന് കുറച്ചുകൂടെ ഇൻക്ലൂഡിങ് സ്ക്രീൻഷോട്ടും. നമ്മുടെ എല്ലാം സൈബർ ഡോം എന്ന് ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് കേരളം ഫുള്ളും. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു സൈബർ സെല്ലുണ്ട്. സൈബർ സെല്ലിന് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൈബർ സെൽ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അടിക്കുവാണെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടും. യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി അപ്രോച്ച് ദ പർട്ടിക്കുലർ ടീം. ദേ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട്. ആദ്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ മനസ്സിലാകത്തില്ലേ, നീ മലയാളി അല്ലേ എന്നൊക്കെ ചോദിക്കും. എല്ലാം യെസ് പറഞ്ഞിരുന്നാൽ അടുത്ത മിനിറ്റ് ദേ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട്. ആൻഡ് within 10 minutes if you give a call, within half an hour they will block the amount. നമ്മുടെ കയ്യിലിരുന്ന് പോയ പട്ടന് അവർക്ക് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 2 hours or 3 hours യഥാർത്ഥ ഈ ട്രാൻസാക്ഷൻ സംഭവിച്ചാലും അവരുടെ അക്കൗണ്ടിൽ വീഴ്ന്നിട്ട് അവർ വേറൊരു സ്ഥലത്ത് മാറ്റാത്ത പക്ഷത്തിൽ നമുക്ക് പൈസ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം the earlier you notify your bank as well as cyber crime, you may get your financial things or you may get stopped every unwanted harassment on time. അപ്പം ഈ ആക്ട് വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പെനാൽറ്റീസ് ഓഫ് സൈബർ ക്രൈം, സിസ്റ്റം പ്രൊട്ടക്ഷൻ ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ്, പബ്ലിക് എഡ്യൂക്കേഷൻ. ഇതാണ് ഒരു 8 ചാപ്റ്ററായിട്ട് 31 സെക്ഷനിൽ ചെയ്തു. അതിൻ്റെ ബ്രീഫ് ആർ ഔട്ട് സ്കെച്ച് ആർ ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് കുറച്ച് കട്ടി പിടിച്ച ഒരു സബ്ജക്റ്റാണ്. അതിന് ഓരോന്നും ഈവൻ സൈബർ ബുള്ളിങ് തന്നെ നമുക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രോഡിന് തന്നെ ഒരു 1 മണിക്കൂർ എടുക്കാം. ഇങ്ങനെ കുറേ ബാങ്കിങ്ങിലാണ് ഇന്ത്യയിൽ കൂടുതലും കളി നടത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് എന്താ ഈ ഫേസ്ബുക്കും ട്വിറ്ററിലും ഇൻസ്റ്റയിലും കുറേ അങ്ങോട്ടും ചീത്തവിളികളും ഇതെല്ലാം ഇറ്റ് കംസ് ഇൻ സൈബർ ക്രൈം. ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് സൈബർ ക്രൈം ആർ സൈബർ സെക്യൂരിറ്റി. അതാണ് സൈബർ സെക്യൂരിറ്റിക്കും. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്, സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഹോപ്പ് വേറെ ആർക്കെങ്കിലും തറവായിട്ട് ഇതിൽ എങ്ങനെയാണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് എസ്കേപ്ഡ് ഫ്രം ദി സൈബർ ബുള്ളിയിങ് ആർ സൈബർ ഫിസിങ് ആർ സൈബർ സ്റ്റാലിങ് എന്ന് ചോദിക്കുവാണെങ്കിൽ യു മേ കോണ്ടാക്ട് മീ. ഞാൻ ഒക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. I am not the master of cyber security. However, cyber security being an advocate, being a social guy,
ലിറ്റിൽ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാബു സാറെ പോലെ ആൾക്കാർ നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ കുറച്ച് കൂടുതൽ ഡെപ്തിൽ പോയി കുറേ നോക്കിയത് കൊണ്ടും കുറേ ഞാനൊരു 28 പേജസ് നട്ഷെല്ലിൽ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചിരുന്നു. ഇൻ കേസ് ഇഫ് എനിബഡി വിഷസ് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള കാലത്ത് പ്രത്യേകിച്ച് മൊബൈലും ഇങ്ങനെയുള്ള ന്യൂ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാം നമ്മളുടെ ഹാൻഡ്സ് ഓൺ ആയി കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് ഉള്ള ചതികൾ അല്ലെ, ട്രാപ്പുകളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് അതിനൊരു കോമൺ അവയർനെസ് ആവശ്യമാണ്. സൈബർ ക്രൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഹാക്കിംഗ്, ഡേറ്റ തെഫ്റ്റ്, ഒരു ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയാം ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സാറ് പറയുന്ന പോലെ പലരും നമ്മളെയും ഡിജിറ്റൽ അറസ്റ്റിന് വേണ്ടി പ്രീണിപ്പിക്കാറുണ്ട്. രണ്ടു മൂന്ന് കോളൊക്കെ വിളിക്കുക, എവിടുന്നാണ് വിളിക്കുന്നതെന്നൊക്കെ നമ്മളും വളരെ കാഷ്വലായിട്ട് ചോദിക്കും. പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ വരുന്നതും പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്ത് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസോ ഈ പറഞ്ഞ അക്കൗണ്ടിൽ ഒത്തിരി പൈസയും ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊരു ത്രട്ടല്ല. പക്ഷേ സാമ്പത്തികമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള പിൻബലമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടും. കാരണം അതൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഒരു അവയർനെസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ അവയർനെസ് ആണത്. കാരണം ഇതൊരു ചെറിയൊരു പ്രശ്നമല്ല, വലിയൊരു പ്രശ്നമാണ്. കാരണം നഷ്ടപ്പെടുമ്പം ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ് പലരും നമ്മൾ ചിന്തിക്കും ഇത്രയും കോടിയൊക്കെ ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അല്ലേ. പ്രായമുള്ളവരുടെയൊക്കെ പൈസ നഷ്ടപ്പെടുന്നു. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നതിൻ്റെ അതൊരു കാര്യമേ അല്ല. ഏത് നിമിഷവും പറ്റിക്കപ്പെടാം. ചില അതെ. പോയിന്റുകൾ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറയാം. അപ്പം ഞാനിവിടെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ട്രഷറായിട്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു വൈകുന്നേരം ഒരു 10 മണിയായപ്പോൾ ഒരു കോൾ, ഒരു മെസ്സേജ് വന്നു. നിങ്ങളുടെ കറണ്ട് ചാർജ് അടച്ചിട്ടില്ല, ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ശരിയാണ്. അപ്പോൾ പെട്ടെന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്, വെള്ളിയാഴ്ച വൈകുന്നേരമാണ് വരുന്നത്. സെക്കൻഡ് സാറ്റർഡേ ആണ്, പിറ്റേ ദിവസം മൺഡേ ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 2 ദിവസം ബാങ്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ 2 ദിവസം KCB ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ അടയ്ക്കും? പെട്ടെന്ന് തന്നെ നമ്മൾ അലേർട്ട്, ആദ്യം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, ഉടനെ നമ്മൾ കോൾ ബാക്ക് ചെയ്യുക. അത് KCB ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി കോൾ ബാക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര മനോഹരമായിട്ടാണ് അവർ മലയാളത്തിൽ പറയുന്നത്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ. ഏതൊരു ഒന്നും ഇംഗ്ലീഷ് അറിയാത്തവരും മനസ്സിലാകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് അവർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി. നിങ്ങൾ ബില്ലടച്ചു? നോ, ഇല്ല, ബില്ലടച്ചിട്ടില്ല. ബില്ലടച്ചു നമ്മൾ ഗൂഗിളിൽ തപ്പിയാൽ അറിയാം, നമ്മുടെ പേ GPayയിൽ നോക്കിയാൽ അറിയാം. പക്ഷെ അവിടെ നോക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം നമ്മൾ അപ്പോഴേ ടെൻസ്ഡായി. കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണല്ലോ, നാണക്കേടാണല്ലോ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിൽ നമ്മളിത്. അയാൾ ആദ്യം ചെയ്യിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ട് സാറ് പറഞ്ഞ പോലെ റിമോട്ട് ലോഗിൻ ആദ്യം എന്നെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിച്ചു. എത്രയോ വർഷം കമ്പ്യൂട്ടർ സെഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള റിമോട്ട് ലോഗിൻ വെച്ച് എത്രയോ കമ്പ്യൂട്ടറുകൾ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എനിക്കത് ട്രിക്കായില്ല. ഞാൻ റിമോട്ട് ലോഗിൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അയാൾ ഇതെല്ലാം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു 10 രൂപ എന്നെ അടയ്ക്കാൻ പറഞ്ഞു. 10 രൂപ ഞാൻ അടച്ചു. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പൈസ അടയ്ക്കുമ്പോൾ എനിക്ക് OTP വരുന്നത് എൻ്റെ സാധാ ചെറിയ ഫോണിലാണ്. ചെറിയ ഫോണാണ് എൻ്റെ ഒറിജിനൽ നമ്പർ. അപ്പോൾ OTP മുഴുവൻ അതിൻ്റെ അകത്താണ് വരുന്നത്. എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം അടച്ചിട്ട് ശരിയായില്ല, രണ്ടാമത്തെ പ്രാവശ്യം അടച്ചു, 3 പ്രാവശ്യം 10 രൂപ അടച്ചു. എന്നിട്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഞാൻ ഇപ്പം ഇയാൾക്ക് ഈ OTP കിട്ടുന്നില്ല. OTP കിട്ടാതെ വന്നപ്പോൾ യു ആർ ഡൂയിങ് സംതിങ് റോങ് എന്നൊക്കെ പറഞ്ഞ് എന്നെ. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഉടനെ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. ആൾ വീണ്ടും വിളിച്ചു. നിങ്ങൾ പെർസീവ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇത് സീരിയസ്. എന്നിട്ട് ഞാൻ ഇത്രയും ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ MTech ഉള്ള ആളാണ്. കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ 18 വർഷം ജോലി ചെയ്ത ആളാണ്. എത്രമാത്രം ഇതാണെങ്കിലും ആ നിമിഷ നേരം കൊണ്ട് പുള്ളി എന്നെ ട്രേസ് ചെയ്തു. ഈ OTPയുടെ സ്ഥലം മാറിയിരുന്നെങ്കിൽ പുള്ളി അപ്പോഴെല്ലാം എല്ലാം കൊണ്ടുപോയത്. അതാ പറഞ്ഞ അത്രയ്ക്കും ആ ഒരു സമയം, ആ ഒരു പ്രത്യേക സമയം നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ ട്രാപ്പായി പോകും. അപ്പം ഇങ്ങനെയൊക്കെയാണിത്. അത് വളരെ ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ആ ബില്ലടച്ചിട്ടില്ല എന്നൊരു ഫീലിംഗ് എൻ്റെ പെട്ടെന്നൊരു എൻ്റെ ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി എൻ്റെ മുന്നിലേക്ക് കിടന്നു വന്നു. ഞാൻ അയാൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു. അപ്പോൾ ഏത് സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു പ്രായമുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ തന്നെ അമ്മയാണ്, ഏകദേശം 50,000 രൂപ ചുമ്മാതൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. അന്നേരം അയാൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കുപ്പി, ഒരു വെള്ളമില്ലാത്തൊരു കുപ്പി, നീല കുപ്പി പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് പൈസയും കൊടുത്ത്. പൈസ പറയുന്നത് എന്താ, മകൻ അവിടുന്ന് വന്ന മകൻ്റെ ഒരു ഫ്രണ്ടാണ്.
എന്നാൽ വീട്ടിൽ നല്ല പ്രായപൂർത്തിയായ ആൺകുട്ടികളുണ്ട്, അവരോട് പോലും പറയാതെ ഓട്ടോറിക്ഷ കയറി പോകും. എത്ര കിലോമീറ്ററാ? 10-20 കിലോമീറ്റർ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സെക്കൻഡ് മതി നമ്മളെ ആ കുടുക്കിൽ വീഴാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവയർനെസ് ആണ്. ശ്രദ്ധിച്ച് കാണും, വളരെ പ്രമുഖരായ പലരെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ കൊണ്ടുപോയി ഒരാഴ്ച ആരോടും മിണ്ടാതിരുന്ന് ടെൻഷൻ കൊണ്ട് താഴെ വീണ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇൻസിഡൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ്. തീർച്ചയായിട്ടും എനിക്ക് വേണം സാറിന് വേണമെങ്കിൽ ബേസിക്, കാരണം ഇതിനകത്ത് നമുക്ക് ക്രൈമിൻ്റെ എന്താ പറയുന്നത് BNS അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്താണ് ഇവർ നമ്മളിലൂടെ, ഇപ്പോൾ സാർ ഓൾറെഡി എല്ലാം എക്സാമ്പിൾ സഹിതം പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ത്രെട്ടുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പറയണം, കാരണം അതൊരു വലിയ അവയർനെസ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയൂ, ഷെയർ ചെയ്യൂ. സാർ, താങ്ക് യു സർ. അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയൂ. അബദ്ധങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എന്തായാലും ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഈ അറസ്റ്റ് എന്നുള്ളത് അവര് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണല്ലേ സാറേ, ഇളങ്കോ സാറേ? നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് നമ്മളെ അവര് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ഇല്ല, അവർ പറയും കാരണം യു ആർ അണ്ടർ ഡിജിറ്റൽ അറസ്റ്റ്. 15 മിനിറ്റിനകത്ത് എനിക്ക് ഈ ആൻസേഴ്സ് തന്നില്ലെങ്കിൽ ഫ്രണ്ടില് നിങ്ങളുടെ ഗേറ്റിന് മുമ്പ് ലോക്കൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരും. അപ്പൊ ജീപ്പുമായിട്ട് ഓക്കെ. വരും. നിങ്ങളുടെ റോട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് വരുന്നത്. മിണ്ടാതെ സാർ വരത്തില്ല. ഒരു പ്രത്യേകതയുണ്ട്, ഇവർ പറയുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ്, എന്നിട്ട് പോലും നമ്മൾ വീഴും. മലയാളത്തിലൊന്നും അല്ലേ. അതെ, ഇവർ മലയാളത്തിലല്ല പറയുന്നത്. അല്ല, അതിന് പുതിയതായിട്ട് അവർ പറയുന്നത് ബോംബെയിൽ ഇങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ പേരിൽ. എന്നടുത്ത് ആദ്യം ചോദിച്ചത്, സാർ നിന്റെ ആധാർ കാർഡ് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ പോയപ്പം ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടോ എന്ന്. ആക്ച്വലി ഇതിനകത്ത് സംഭവിച്ചത്, ഞാൻ ആധാർ കാർഡ് ആർക്കും കൊടുക്കാറില്ല. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ, ഇൻക്ലൂഡിങ് എയർപോർട്ടിൽ കാണിക്കുന്ന ഇതിന് ഐഡന്റിറ്റി കാണിക്കുന്നതും എയ്തർ ഡ്രൈവിംഗ് ലൈസൻസ് ആർ മൈ അഡ്വക്കേറ്റ് കാർഡ്. ഈ രണ്ടിൽ ഒന്ന് മാത്രമേ. ആധാർ കാർഡ് കയ്യിൽ കാണും, ആധാർ കാർഡ് ഞാൻ കാണിക്കാറില്ല. ആധാർ കാർഡ് പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെ കളിപ്പിക്കാമെന്ന്. യെസ്, കൊടുത്തു. ബാംഗ്ലൂരിൽ ഞാൻ ചെന്നപ്പം കൊടുത്തു. അതാണ് സംഭവിച്ചു. അവർ വിറ്റത് കൊണ്ട് നിനക്ക് ബോംബെയിൽ വാങ്ങിച്ചു. അപ്പം നീയാണ് ഇപ്പം ട്രാപ്പായത്. ഓക്കെ, എനിക്ക് ആൾറെഡി അവെയർ ആയതുകൊണ്ട് ഞാൻ കുറേ ഇപ്പം സാബു സാർ പറഞ്ഞതുപോലെ കുറേ ഇവനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എൻ്റെ ഫിക്സഡ് 63 ലക്ഷം രൂപ ഉണ്ട്, എൻ്റെ SBIയിൽ 1.25 ലക്ഷം ഉണ്ട്, അത് ഒന്നും തൊട്ടു പോകരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അവന് വിചാരിച്ച് നല്ലൊരു വലിയ സ്രാവ് മീനിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അതാണ് പറഞ്ഞ് 22 മിനിറ്റ് എന്നെ കളിപ്പിച്ചത്. ഓക്കെ സാർ. അതിന് ഈ ഓക്കെ സാർ. ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ പേരിൽ വരും, ഡ്രഗ് ട്രാഫിക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതെ, സാർ പറയും. അങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ കൊറിയർ, ഞാൻ സിംഗപ്പൂരിൽ അയച്ച കൊറിയറിനെ കസ്റ്റംസ് പിടിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. സാർ പറഞ്ഞോ. ഞാനിതൊന്ന് അറിയാൻ ചോദിച്ചതാ. ഈ അറസ്റ്റ് എന്നവർ പറയുമ്പോഴേക്കും നമ്മൾ ഭയപ്പെടാൻ പേഴ്സണലി അവർ വീട്ടിന്റെ മുന്നിൽ എത്തിയിട്ടാണോ അതോ ഇങ്ങനെ ഓറൽ സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതന്നേ. സാർ അത് തന്നെയല്ല സാർ, അതിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. ഇവർ സാധാരണ ഇങ്ങനെയുള്ളവർ ഒരു എന്താ പറയുന്നത്, റെക്കോർഡ് ഡിജിറ്റ് +1 2 3 എന്നൊക്കെ പറഞ്ഞ നമ്പറിലായിരിക്കും അധികം വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് 1 2 3 എന്നുള്ള ഡയലൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ആദ്യം എന്തൊക്കെയോ ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ വന്നിട്ട് +1 9 പല രീതിയുണ്ട് കേട്ടോ. ഈവൻ മലയാളത്തിൽ പോലും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതുപോലത്തെ ചതിയൊക്കെ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ ചിരിക്കും. ഓക്കെ സാർ. റോയ് സാറേ പറ. അതെ, ഇളങ്കോ സാറിന്റെ ക്ലാസ് ഒരു ജനറൽ ഐഡിയ കിട്ടി ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത് വന്നത്. രണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഡിജിറ്റൽ ഇതുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് വരെയും ഇത് വരുന്നു. അപ്പൊ പിന്നെ സാധാരണക്കാരനായ ആൾക്കാർക്ക് വരുന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള ഫ്രോഡ് ഇത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് കുഴപ്പം. എന്നെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇതുപോലെ പലതും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ കൊറിയർ വന്നിട്ടുണ്ട്, അതിന് വേറെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പെൻഡിങ് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ അതും പറഞ്ഞൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരു കൊറിയർ വരാനില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്യും, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ.
അതുപോലെ വല്ല വേലയറി അതുപോലെ ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെ എൻ്റെ മൊബൈലില് ഇത് സസ്പെക്ട് ചെയ്യുന്നതായിട്ട് ഒരു കമന്റും കൂടെ വരുന്നുണ്ട് ഈ കോള് വരുമ്പോൾ. അതെന്നാണോ ഏതോ സോഫ്റ്റ്വെയറിൽ ഇതൊക്കെയാന്ന് തോന്നുന്നു എന്തെങ്കിലും ആണ്. ഏതായാലും സാറ് പറഞ്ഞ ഇപ്പൊ ഇന്ത്യ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം വളർന്നിട്ടാണ് ഇതുപോലൊരു മറ്റേ സാറ് പറഞ്ഞ പോലെ ഫിലിപ്പൈൻസിൽ 2000 വന്നു. അത് കഴിഞ്ഞ് നൈജീരിയയും കഴിഞ്ഞ് 3-ാം സ്ഥാനം ഇന്ത്യക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതൊക്കെ വളരെ നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ സൈബർ സർവീസും അതുപോലെ സൈബർ എക്സ്പ്ലോറേഷനും പിന്നെ റാൻസം അതുപോലുള്ള കുറെ ടെക്നിക്കൽ ടേംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി സാറ്. അതൊക്കെ വളരെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കിട്ടി. അതുപോലെ കാറ്റഗറൈസ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു, ഏതെല്ലാം കാറ്റഗറികളിലാണ് ഇത് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു ഐഡിയ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, സാറിന് സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെയാണെങ്കിൽ. ഏതായാലും ഈ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒത്തിരി വേലയിറക്കുകളും കാശുകളും പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ നല്ലൊരു പരസ്യം വന്നതുകൊണ്ട്, അതായത് അതുപോലെ സാധാരണക്കാരുടെ അല്ല, അതുപോലെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിഷപ്പിന്റെ കാശ് പോയ അതുപോലെ ഒത്തിരി വിവരമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ടെക്നിക്കൽ നോളജ് അല്ല, അതൊരു ദയ തോന്നി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വെക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വലിയ ബുദ്ധിമുട്ടിൽ വീഴും ഇങ്ങനെ വന്നാൽ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ. പക്ഷേ ഇതൊക്കെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇതുപോലൊരു സൈബർ ക്രൈംസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ നമ്മൾ കുറേ കൂടി ആ കാര്യത്തിൽ ബോധവാനായി. ഏതായാലും സാറിൻ്റെ ഈ ഉദ്യമത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതിലേതെങ്കിലും ഉള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാം നമുക്ക് അറിയേണ്ട കാര്യമില്ല, എങ്കിലും കുറെ കാര്യങ്ങൾക്ക് പറ്റുന്ന ഒരു ക്ലാസ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ജോർജ് സാർ. താങ്ക് യു സാർ. സാറേ എൽഗോ സാർ പതിവ് പോലെ സാറ് ഈ ഞെട്ടിക്കുന്ന സൂത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരുന്നു. ഇത് അതിവിസ്മയാവഹമായ തട്ടിപ്പിന്റെ സാധ്യതകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷൻകാർക്ക് വേണ്ടിയിട്ട് RBI നടത്തിയ ഒരു ക്ലാസ്സിൽ വെച്ച് ഞാൻ കേട്ടു, ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറയുന്നു, ബാങ്കിന്റെ റീജിയണൽ മാനേജറോ മറ്റോ അയാൾ പറയുന്നു, ഡോക്ടർമാര് അവരൊക്കെ ഈ ക്ലാസ്സിൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് വന്നേക്കണാണ്, അവരുടെ അനുഭവങ്ങളുമാണ് ഇവരൊക്കെ പറഞ്ഞ. അപ്പൊ സത്യത്തില് പോലീസൊക്കെ പറഞ്ഞപ്പോ പോലീസ് ഓഫീസർ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അയ്യബാവോ എന്ന് ഞങ്ങൾ നിലവിളിക്കുകയാണ്, നിങ്ങൾക്കേ പറ്റൂ. അപ്പോൾ ഈ നമ്മുടെ നിർമ്മല സീതാരാമൻ ആ 22,000 രൂപ ഇട്ട 1,15 ലക്ഷം രൂപയാവുന്ന അവര് നേരെ പറയുന്നത് നമ്മൾ കാണുമല്ലേ. അതേപ്പറ്റി ചോദിച്ചപ്പോ പറയാ, അതൊക്കെയാ ഈ AI ഇതൊക്കെ പറയുന്നത്. അവര് പറയുന്നത് പോലെ മുഴുവൻ നമുക്ക് കേൾക്കാൻ കാണാം, നമ്മളോട് വിളിച്ച് പറയുന്ന പോലെ തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം ഭയങ്കര തട്ടിപ്പാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ IT ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കാൻ മാത്രം നമ്മുടെ നാട് വളർന്നില്ല എന്ന് തോന്നിപ്പോയി. പിന്നെ അത് പറഞ്ഞ് മാറാൻ പറ്റൂലല്ലോ, ലോകം മുഴുവൻ പോയിട്ട് നമുക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റുമോ? പക്ഷെ ഈ രംഗത്ത് ഇനിയും ഒത്തിരി മുന്നേറേണ്ടിയിരിക്കുന്നു. ഇതിനുള്ള ഈ ലോക്കിംഗ് സിസ്റ്റം, ഏത് കാലത്ത് ലോക്ക് ഉണ്ടാക്കിയാലും കള്ളത്താക്കൽ ഉണ്ടാക്കുന്നവർ പണ്ടും ഉണ്ടായിരുന്നു എന്നാ പറയണം. അപ്പൊ അത് ഇനിയും നടക്കും. അതുകൊണ്ട് റെമഡി ഇല്ല, കരുതിയിരിക്കുക അല്ലാതെ എന്ത് ചെയ്യാനൊക്കെ ഒന്നും അറിയില്ല. സാറേ എന്തായാലും വണ്ടർഫുൾ. ഒരേ സമയം തന്നെ അഭിനന്ദനവും നന്ദി അത്ഭുതവും പ്രകടിപ്പിക്കുക. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? രമാദേവി മാം, ശുദ്ധോധനൻ ഡോക്ടർ, ജോർജ് ഐസക്, അൽസലാം.
സാറേ ഇത് പ്രത്യേകിച്ച് ഒരു ജനറൽ അവയർനെസ് കിട്ടി. അത് വലിയൊരു സബ്ജക്റ്റ്. കാരണം ഈ AI ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏതാ സത്യം ഏതാ കള്ളന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ആ ഒരു വിഷയമുണ്ട്. നമുക്ക് ഒന്നിനും ഒരു വിശ്വാസം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരിക. അതുപോലെ തന്നെ കാരണം വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് മറ്റ് ക്ലയൻസിനേക്കാളും വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പം സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. ചതി ഏതാ അത് സത്യം ഏതാന്നൊക്കെ ഉണ്ട്. അതുപോലെ ഈ ബാങ്കിലൊക്കെ ഈ KYC ഡീറ്റെയിൽസ് ഇപ്പൊ SBIയുടെ തന്നെ ഒക്കെ വരും, വിളിച്ചു പറയും ഫോണിൽ കൂടെ. അത് ശരിക്കും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവരങ്ങനെ ഒരു മെസ്സേജ് അങ്ങനെ അവർ ചെയ്യുന്നില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് തന്നെ കരുതാല്ലേ? 110% അതാണ്. ഉം. എപ്പോഴും മാഡം അവർ കട്ട് ചെയ്തിട്ട് തിരിച്ച് ബാങ്ക് ഇപ്പോൾ താങ്കൾ ബാങ്കിലോട്ട് ഉള്ള മീൻസ് ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ താങ്കളുടെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് നെറ്റിൽ കൂടെ കയറി നോക്കുവാണെങ്കിൽ അവിടെ KYC ഒക്കെ ആൾറെഡി കാണും. വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അതെ, ഞാൻ ഹസ്ബൻഡ് ഇതുപോലെ പറഞ്ഞു. ഞാൻ എത്രയായാലും ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിട്ട് മാത്രം എന്തെങ്കിലും വിളിച്ചു പറയത്തില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നേ നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തൊക്കെ, പിന്നെ സംശയം തോന്നി. അന്നേരത്തേലും ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു അവർക്ക് ഒരു സംവിധാനം ഇല്ല എന്ന് അവർ പറഞ്ഞു. അത് പറയാൻ നമ്മൾ അറിയുന്നില്ല. പിന്നെ ചില കുറെ അനുഭവങ്ങൾ വരുമ്പോ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ഇനിയും കാലങ്ങൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു. സാറേ അത് എന്താ ചെയ്യുന്നത്? അതുപോലെ ബാങ്കിങ്ങിൽ മാത്രമാണോ സാറേ ഇന്ത്യയിൽ ഇങ്ങനെ? അത് പല മേഖലയിലും കാണുമായിരിക്കുമല്ലോ ഇത്. ബാങ്കിങ് മാത്രമായിരിക്കില്ലല്ലോ. ബാങ്കിങ് മാത്രമല്ല, ചിലപ്പം ഈ കുറച്ചു മുമ്പ് സാബു സാർ പറഞ്ഞല്ലോ, താങ്കളുടെ മോൻ അവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് പൈസ അത്യാവശ്യം. ഞാനൊരു സ്ട്രേഞ്ചറാണ്, ഫ്രണ്ട് പോലും അല്ല, അങ്ങേരുടെ സെൽഫോണിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ കണ്ടെത്തി, ഒന്ന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുവോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിട്ടിട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ വരെ അടിക്കും. നമ്മളെ പരമാവധി അവർ എമോഷണലി എന്ത് ചെയ്യാനുള്ള ഹാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഇമോഷണലി ഹാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഹാക്കിംഗ് എന്ന് നമുക്ക് അത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് സാറേ. മനസ്സിലാകത്തില്ല, ഈസി അല്ല. ഈസി ഒരു 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 വീഡിയോ വന്നിരുന്നത് താങ്കൾ കണ്ടിരുന്നോ ഇല്ലയോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കുക. ഒറിജിനൽ ശശി തരൂരും ആർട്ടിഫിഷ്യൽ ശശി തരൂരും, ഒറിജിനൽ ശശി തരൂരിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശശി തരൂർ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും, ക്ലോണിങ്ങിന്റെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് ഒറിജിനൽ ശശി തരൂർ ആൻസർ ചെയ്യാണ്. അടുത്ത ചോദ്യം ചോദിക്കും, ഇങ്ങനെ ആൻസർ ചെയ്യാണ്. ലാസ്റ്റിൽ പറയണം ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ആർ ബെറ്റർ ദാൻ മീ എന്ന് ഒറിജിനൽ ശശി തരൂർ ക്ലോൺഡ് ശശി തരൂർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് വരെ വരും. ഇത് പറഞ്ഞിട്ട് കാര്യമല്ല. വി ഷുഡ് ബി, നമ്മൾ ഒന്നിനും റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എത്ര പ്രശ്നമാണെങ്കിലും ഒരു മിനിറ്റ്. ഇപ്പം സാബു സാർ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി, ഇപ്പൊ കറണ്ട് പോയാൽ എൻ്റെ കയ്യിൽ ഞാൻ വേറൊരു ബാറ്ററി വാങ്ങിച്ചു, ഇമ്മീഡിയറ്റ്ലി ഒരു എമർജൻസി ലൈറ്റ് വയ്ക്കണം എന്ന് മാത്രം ആൾട്ടർനേറ്റീവ്ലി ചിന്തിച്ചാൽ നമുക്ക് ലോക്കൽ ഫ്യൂസ് എടുക്കാൻ വരുന്ന ആളെടുത്ത് ഞാൻ ഫ്യൂസ് എടുക്കണ്ടെന്ന് കയ്യും കാലും പിടിച്ചാൽ നിർത്താമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടെ കൊണ്ടുവരണം. അതാണ് റിയാക്ട് ആൻഡ് റെസ്പോൺസ് എന്നൊരു തിയറി ഉണ്ട്. അതിൽ റെസ്പോൺസിലോട്ട് പോരുക. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേഡ് റിയാക്ഷൻ ആണ്. അപ്പം ആ 1 മിനിറ്റ് ഡിലേ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ആക്ച്വലി ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, അത് ഫേക്ക് ആണെന്ന് അങ്ങനെയാണ്. ഇല്ല, ഒരു അറസ്റ്റുമില്ല, ഒന്നുമില്ല. 3-4 പേര് ചേർന്നിട്ട് മറ്റൊരാളെ കളിപ്പിച്ച് പൈസ അടിക്കുക, അത്രേ ഉള്ള കാര്യം, വേറെ ഒന്നുമില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോയാൽ അവരുടെ ട്രാക്കിലേക്ക് വന്നു പോകും. അതാണ് കുഴപ്പം. അതായത് ഫിസിക്കൽ അറസ്റ്റ് മാത്രമേ പ്രാബല്യത്തിലുള്ളൂ, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ? ഒന്നുമില്ല. രണ്ടാമത് ഡിജിറ്റൽ അറസ്റ്റ് തിയറിയിൽ അവർ ചെയ്തുകൊണ്ട് പോകുന്നത്, ആദ്യം ഒരു എൻഫോഴ്സ്മെന്റ് അതോറിറ്റി നിങ്ങളെ പിടിക്കുന്നതായിട്ട് കാണിക്കും. അവർ പറയും ഇതിലിരുന്ന് ഞാൻ രക്ഷപ്പെടുത്താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറയും. അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ പേര് പറഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കണക്ട് ചെയ്യാം. അവർക്ക് നിങ്ങൾ ഒരു FIR ഫയൽ ചെയ്താൽ നിങ്ങളല്ല ആള് എന്ന് പറഞ്ഞ് FIR ഫയൽ ചെയ്യൂ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊടുക്കൂ, അപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുമെന്ന് പറയും. അപ്പം നെക്സ്റ്റ് ഇവൻ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ക്രീൻ വരുന്ന ഒരു പോലീസുകാരനാണ്. എന്താ നിനക്ക് എന്താ പ്രോബ്ലം, എന്താ കംപ്ലൈൻറ്റ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഈ ആദ്യത്തെ കാരൻ കംപ്ലൈൻറ്റ് നമ്പർ പറഞ്ഞിരിക്കും, ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞിരിക്കും, ഇതിൻ്റെ ഇപ്പം കൊറിയർ നമ്പർ ആണെങ്കിൽ കൊറിയർ നമ്പർ പറഞ്ഞിരിക്കും, ഇങ്ങനെ കുറേ ഡാറ്റ തരും. ഇതെല്ലാം പോലീസുകാരൻ ചോദിക്കും, പറയണേ എന്ന് പറയും.
നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചിട്ട് തിരിച്ചു പറഞ്ഞും കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഒരു സ്ഥലത്തും പോലീസിനെയും ഈ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയും ലിങ്ക്ഡേ അല്ല. അത് മാത്രം നോക്കിക്കോളാം. പോലീസ് വിൽ ഡു ഓൺലി വെൻ യു അപ്രോച്ച് ആൻഡ് നോ എൻഫോഴ്സിംഗ് അതോറിറ്റി ലിങ്ക് യു ടു പോലീസ്. ഓക്കെ. അത് ഒന്നുമേ അല്ല, നിങ്ങൾക്ക് അവർ ആക്ഷൻ മാത്രം പറയത്തുള്ളൂ. നമ്മളാണ് വോളണ്ടറി ആയിട്ട് പോയി നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ പോലീസിനെ പിടിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അല്ല പോലീസിന് അവർ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ പോലീസ് എടുത്ത് സംസാരിക്കൂ. ദാ പോലീസ് വന്നെന്ന് പറഞ്ഞാൽ പോലീസ് യൂണിഫോമിൽ ഇരുന്നാൽ ഇവന്മാരെല്ലാം കളിപ്പീരാണ്. ഓക്കെ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാർ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു മാം. ഓക്കെ, വേറെ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേര്. താങ്ക് യു ലങ്കു സാർ. നമുക്ക് തീർച്ചയായിട്ടും ഓൾറെഡി ആയിട്ടുള്ള കുറച്ച് ഏരിയകളും കൂടെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം മറ്റൊരു ദിവസം. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് ചെയ്യാം സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു റോണൻ സാർ, ജോർജ് സാർ, റോയ് സാർ, ജോർജ് സാർ ആൻഡ് ഓൾ മെമ്പേഴ്സ്, വത്സല മാം, രമ മാം, പ്രത്യേകിച്ച് സാബു സാറിന് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് എവരിവെയർ. നാളെ നമുക്ക് പി ജയചന്ദ്രൻ്റെ ഓർമ്മയുടെ പാട്ടുകളാണ്. പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. ഒരു പാട്ട് ഒരാൾക്ക് പാടാവുന്ന രീതിയിൽ. നാളെ ഷാബു സാറാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ലങ്കു സാർ. സീ യു. ഓക്കെ സാർ. താങ്ക് യു സാർ.